നമുക്കൊന്നും ചെയ്യാനുമില്ല. ആ മുഹമ്മദ് നബി എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത് ആ സംസ്കാരം നിങ്ങൾ ഫോളോ ചെയ്യും. മനസ്സിലായ? ആ ഇസ്ലാം എന്താണോ നിങ്ങളെ പഠിപ്പിച്ചത് ആ സംസ്കാരം നിങ്ങൾ എവിടെയും പഠിപ്പിക്കും, നിങ്ങൾ എവിടെയും പ്രചരിപ്പിക്കും. ഇത് തന്നെയാണ്. അപ്പൊ അപ്പിക്കുപ്പായം ടീംസിനെ എൻ്റെ ചാറ്റ് ബോക്സിൽ എനിക്ക് ആവശ്യമില്ല. എൻ്റെ ലൈവ് നിങ്ങൾ കാണേണ്ട കാര്യമില്ല. എനിക്കതിനോട് താല്പര്യവുമില്ല. പിന്നെ ഒരു മൂലക്കിരുന്ന് കേൾക്കാനാണെങ്കിൽ ഓക്കെ, കേട്ടിട്ട് മര്യാദയ്ക്ക് പോയിക്കോണം. അതല്ലാതെ ഇവിടെ വന്നിട്ട് എൻ്റെ ഉമ്മച്ചിയെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, ഞാനുമായിട്ട് എന്തെങ്കിലും രൂപത്തിൽ ഒരു പരിചയം പോലും ഇല്ലാത്ത ആളുകൾ വന്നിട്ട് ഇതുപോലെ ഒരു മകളെ പ്രസവിച്ചതിന്റെ പേരിൽ ഉമ്മ നീറിയാണ് മരിച്ചതെന്ന്, നിന്നെയൊക്കെ പോലെ ശിശുഭോഗികളായ, മൃഗഭോഗികളായ, ഗുദഭോഗികളായ, മാതൃഭോഗികളായിട്ടുള്ള നിന്നെ പോലെയുള്ള ജന്മങ്ങളെ പെറ്റിട്ടതിന്റെ പേരിൽ, പെറ്റതായിരിക്കില്ല, തൂറിയിട്ടതിന്റെ പേരിൽ നിന്റെയൊക്കെ മാതാപിതാക്കൾ എത്രമാത്രം വേദനിച്ചായിരിക്കും ജീവിക്കുന്നത്. അതുകൊണ്ട് ആദ്യം സ്വന്തം മാതാപിതാക്കളുടെ വേദന അങ്ങ് മാറ്റ്. അത് കഴിഞ്ഞിട്ടു മതി ജാമിദയുടെ ഉമ്മാടെ വേദനയിൽ നീയൊക്കെ പങ്കുചേരാൻ, കേട്ടോ. അപ്പോ നോക്കണം, ഇപ്പോൾ തട്ടമിട്ട് സ്കൂളിൽ പഠിക്കണം. ഇതൊരു മതേതര രാജ്യമാണ്. എല്ലാവർക്കും ഈ രാജ്യത്ത് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതം പറഞ്ഞ് മതത്തിന്റെ പേരിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഒരു രാജ്യം. ഇന്നും മതമെന്ന് പറഞ്ഞ് മതം കൂട്ടിക്കുഴയ്ക്കുന്ന ആളുകള് ഏറ്റവും വലിയ ഭീഷണി എന്താണെന്നറിയാമോ? മതേതരത്വം എന്ന വാക്കാണ്. മതത്തിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം കാരണമാണ് ഇന്നും സ്കൂളുകളിലായിരുന്നാലും കോളേജുകളിലായിരുന്നാലും ഞങ്ങൾക്ക് മതവസ്ത്രം വേണം. ഇവരൊക്കെ നാളെ പഠിച്ചിറങ്ങി എന്തോ ഉണ്ടാക്കാനാ? നാളെ ഇവര് പഠിച്ചു, ഡോക്ടറായി, മുസ്ലിങ്ങളെ അല്ലാതെ ഇവര് ചികിത്സിക്കുമോ? എന്താണ് ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം? ഇവര് ടീച്ചറായി, ഇവരേത് കുട്ടികളെ ഏത് രൂപത്തിലായിരിക്കും കാണുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. ഇവര് കളക്ടറായി, ആരെയായിരിക്കും ഇവർ സേവിക്കുക? ഇവർ എഞ്ചിനീയറായി, അല്ലെങ്കിൽ ഇവർ ഫോറൻസിക് സർജനായി ഏതെങ്കിലും കാഫിറുകളുടെ മയ്യത്ത് ഇവര് തൊടുവോ? ഇങ്ങനെയുള്ള ആളുകൾ വിദ്യാസമ്പന്നരായിട്ട് എന്തുവാ കാര്യം? അങ്ങനെയുള്ള ആളുകൾ മര്യാദയ്ക്ക് അവനവന്റെ മതസ്ഥാപനങ്ങളിൽ മതം പഠിച്ച് ഒതുങ്ങിക്കൂടും. കാരണം ഇവർക്ക് മതമേ പറ്റുള്ളൂ. 3 നേരം മതം പുഴുങ്ങിത്തിന്ന് ജീവിക്കുന്ന വിഭാഗമാണ് ഇവര്. ഇവര് ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു രാജ്യത്ത് വന്നിട്ട് മതം എന്ന് പറഞ്ഞ് വീണ്ടും ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടര്. നമ്മള് ഈ സ്കൂളില്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അപ്പോ ചോദിക്കും, അയ്യോ അവരിട്ടിരിക്കുന്നു. അധ്യാപകർക്കല്ല യൂണിഫോമിറ്റി ഉള്ളത്. അധ്യാപകർക്ക് മതമാകാം, അതറിയില്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കു മതമാകാം. പക്ഷേ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഒരു യൂണിഫോം ഏകീകരണം ഉള്ളത്. ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ടീച്ചർമാർക്ക് മാത്രമായിട്ട് ഒരു യൂണിഫോമിറ്റി ഉണ്ടോ? ഇല്ല. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടി കാര്യം. പിന്നെ മനസ്സിലാകേണ്ടവർക്കേ മനസ്സിലാകൂ. മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ല. ഇതൊരു മതേതരത്വ രാജ്യമാണ്. ഇവിടെ എല്ലാവരും തുല്യരാണ്. ഇവിടെ എല്ലാവർക്കും ഈക്വാലിറ്റി ആണ് വേണ്ടത്. അവര് തുല്യരായി പഠിക്കണം. വിദ്യാഭ്യാസം നേടേണ്ടത് അങ്ങനെയാണ്. ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം അവരുടെ മതവേഷം ധരിക്കണം, അവരുടെ മതം ഫോളോ ചെയ്യണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ചോദിക്കട്ടെ, ഇവിടെ ഒരു ഇസ്ലാമിക് സ്കൂൾ, ഒരു ഇസ്ലാമിക് കോളേജ് ആയിരിക്കും, ആർട്സ് കോളേജാണ്, മുസ്ലിങ്ങളാണ് നടത്തുന്നതെന്ന് വിചാരിച്ചോ. അവിടെ വരുന്ന മുഴുവൻ കുട്ടികളും ഇസ്ലാമിക അധ്യാപനങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക വേഷം ഫോളോ ചെയ്യണം എന്ന ഒരു നിയമം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കുട്ടി പഠിക്കുന്നു എന്ന് വിചാരിക്കുക. ആ കുട്ടി പറയാണ്, എനിക്ക് ഹിജാബ് ഇടാൻ പറ്റില്ല,
സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം എന്താ, നിങ്ങൾ എന്തിനാ ആ സ്ഥാപനത്തിൽ പോയത്? അതൊരു ഇസ്ലാമിക സ്ഥാപനമാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ സ്ഥാപനത്തിൽ പോയി പഠിച്ചോ. ഒരുപാട് മതേതര വിശ്വാസികൾ നടത്തുന്ന സ്ഥാപനങ്ങളില്ലേ, നിങ്ങൾ അവിടെ പോയി പഠിച്ചോ. നിങ്ങളൊരു മതവിശ്വാസി നടത്തുന്ന 100% മതം ഫോളോ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് മതം ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കില്ലേ? അതേ ചോദ്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചോദിക്കുന്നത്. നാളെ ഇവർ അങ്ങനത്തെ നിയമങ്ങളൊന്നും കൊണ്ടുവരില്ല എന്ന് പറയാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കണമെന്ന് പറയുന്ന മതേതര സെക്യുലറിസ്റ്റുകളുടെ നാടാണിത്. അതെ, കുരുവിള ഉമ്മൻ അവരുടെ ഉമ്മയുടെ ആത്മാവിനെ തെറി പറഞ്ഞവനെ തിരിച്ചടിക്കുന്നതാണ് ശരി. അവരെ വളർത്തി വലുതാക്കിയ ഉമ്മയെ പറഞ്ഞവരെ പറയുക തന്നെ വേണം. ഈ ജനം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ തല്ലി നന്നാക്കണം, അത്ര തന്നെ. അപ്പോ അതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. നാളെ ഇവര് പറയുന്നു ഏത് സ്ഥാപനത്തിലായിരുന്നാലും ശരി, മുസ്ലിം കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് മതം ഫോളോ ചെയ്തേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഇവരിന്ന് സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്, മറക്കരുത്. ഇന്നലെ മുതൽ നമ്മൾ വാർത്തകളിൽ കാണുന്നതും അദ്ദേഹം പ്രസ്താവിക്കുന്നതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: സ്കൂൾ മേലിലോട്ട് അധികാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നോട്ടീസ് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ മെയിൽ ഓപ്പൺ ആയിട്ട് ഇട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മളൊന്നും റിസീവ് ചെയ്തിട്ടില്ല. ഇന്നലെ കോൾ ചെയ്തു. എവിടെ നിന്നാണോ കോൾ വന്നത് അവിടേക്ക് തന്നെ ഞാൻ 2-3 പ്രാവശ്യം കോൾ ചെയ്യുകയുണ്ടായി. ഒരു റിപ്ലൈയും വന്നില്ല. തിരിച്ച് ഇന്ന് രാവിലെ ഞാൻ DD ഓഫീസിൽ നിന്ന് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്കൂൾ മെയിൽ ID-യിലോട്ട്, ഒഫീഷ്യൽ സ്കൂൾ മെയിൽ ID-യിലോട്ട് മെയിൽ വിട്ടിട്ടുണ്ട്. അതിന് ഉടനെ തന്നെ റിപ്ലൈ തരണം. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്, ഞാനത് ഇതുവരെയും റിസീവ് ചെയ്തിട്ടില്ല. ഒരു 9:50 ആ ടൈമിലാണ് ഞങ്ങളുടെ സ്കൂൾ മെയിലിൽ ഇങ്ങനെ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നത്. അതിന് പ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥിച്ചതിന് പ്രകാരം നമ്മളത് റിപ്പോർട്ട് കറക്റ്റ് 11 മണി ആയപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു. എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത്, AO ആണ് നമ്മുടെ ഇവിടെ വന്ന് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരന്റിനെയും എല്ലാവരെയും അധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട്, അവിടുന്ന് DD ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ്. കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് ഏത് കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട്. അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതോട് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്, മാനേജ്മെന്റ്. 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ, മാനേജ്മെന്റ് ലെവൽ തന്നെയാണ്. ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് പാലിക്കാം എന്നുള്ളവര് മാത്രം അങ്ങോട്ട് എഴുന്നള്ളിയാ പോരെ. അല്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നിക്കരിക്കണം, ഉച്ചയും കുത്തി മറിയണം, ബാങ്ക് കേൾക്കുന്നില്ല ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കണം, ഞങ്ങൾക്ക് നമസ്കരിച്ചേ പറ്റൂ, ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം കുറച്ച് കൂടുതൽ സമയം ഫ്രീ വേണം. നിങ്ങൾ എന്തിനാണ് ആ സ്ഥാപനത്തിൽ പോയി നിങ്ങളൊക്കെ പഠിച്ചിട്ട് എന്തോ ഉണ്ടാക്കാനാ? അത് നിലനിൽക്കുന്നുണ്ട്. Anyway, we will follow management respective rules and regulation, the same institution in St. Rita's Public School. Surely we will follow that. ഇതിൽ പറയുന്ന ഒരു കാര്യം, വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് കുട്ടിക്ക് വേണ്ട മൗലികാവകാശം നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെയാണോ സംഭവിച്ചത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ വി വോണ്ട് ഡിനൈ. ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. സ്റ്റിൽ നൗ ഷീ ഈസ് our student. ഇപ്പോഴും അഡ്മിഷൻ രജിസ്ട്രി ഷീ ഈസ് പ്രസന്റ്ലി ഷീ ഈസ് our student. എന്ത് മറുപടിയാണ് കൊടുത്തത്? സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് എവിഡൻസോട് കൂടെ അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി വിട്ടിട്ടുണ്ട്. മതപരമായ ഒരു അവകാശം, ഭരണഘടനാപരമായ അവകാശമാണ്. ആ അവകാശത്തെ മൗലിക അവകാശത്തിന് അപ്പുറമായി മറ്റൊരു അവകാശം ഇല്ല എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അപ്പൊ ഭരണഘടനയെ അനുസരിക്കാൻ ബാധ്യതമാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഇതില് കൂടുതലായിട്ടും വേറെ പറയാനുള്ളത്, കോടതി എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് ദാറ്റ് ഇസ്. നിലവിൽ ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് നമുക്കിവിടെ പഠിക്കുന്നുണ്ട്. അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇത്രയും കുട്ടികൾക്കും ആ സ്ഥാപനത്തിന്റെ റൂൾസ് ഫോളോ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഒരു മതതീവ്രത പിടിച്ച കുട്ടിയും അതിന്റെ പേരൻസും വിചാരിച്ചപ്പോൾ 2 ദിവസം വിദ്യാഭ്യാസത്തിന് പോലും അവധി നൽകേണ്ടി വന്നു ആ സ്ഥാപനത്തിന്. മറ്റൊരാൾക്കും ആ പ്രശ്നമില്ല. ആ സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിട്ടില്ലേ ഈ റൂൾസ് എല്ലാം?
വീണ്ടും മനഃപൂർവ്വം ഒരു ഇഷ്യൂ ഉണ്ടാക്കുക. ഇതുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ യൂണിഫോം ഇട്ടോളാം എന്ന് പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിന്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെയും പാരന്റിനെ മീറ്റ് ചെയ്തിട്ടില്ല. സൂൺ ഉടനെ തന്നെ പാരന്റിനെ മീറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് DD ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട്. നമ്മൾ അവർ അഭ്യർത്ഥിച്ചതിന് പ്രകാരം DD ഓഫീസിൽ 11 മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട്. അദ്ദേഹം വിളിച്ചു പറയുന്നത് അത് ആ മെയിൽ അവിടെ ഇരുന്നോട്ടെ. എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദ പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഹിജാബ് ധരിക്കാൻ കുട്ടിക്ക് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ? എന്താണ് സ്കൂൾ മാനേജർ തീരുമാനിക്കുന്നത്? നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ്. ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ്. എല്ലാവരും ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണം എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുകൊണ്ട് സത്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾക്ക് എന്താണ് നിങ്ങൾ വില കൽപ്പിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനോട് എന്താണ് പറയാനുള്ളത്? നേരത്തെ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കിന് വിലയില്ലേ എന്ന ചോദ്യത്തിന് കോടതി തീരുമാനിക്കുന്ന റൂൾസ് അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു അല്ലേ. അതുവരെ ഈ സ്ഥാപനത്തിൽ പഠിച്ച ഈ കുട്ടിക്ക് തട്ടമിടണ്ടായിരുന്നു, ഹിജാബ് വേണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം കുട്ടിക്ക് ഹിജാബ് വേണ്ടി വന്നു. ഇതിനു മുമ്പ് പഠിച്ചത് മുജാഹിദ് സ്കൂളിലാണ്, എറണാകുളം. അവിടെ തട്ടമിടാം, മുഖം മറയ്ക്കാം. എന്നിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് ഈ കുട്ടി ഇവിടേക്ക് വന്നത് എന്തിനാ? മനഃപൂർവ്വം ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ലേ. ഒരു ഇസ്ലാമിക് സ്കൂളില് ഇസ്ലാമിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിട്ട് മറ്റൊരു സ്കൂളിൽ പോയി അവിടെയും പ്രശ്നമുണ്ടാക്കി എന്ന് മാധ്യമങ്ങൾ പറയുന്നു. അടുത്ത സ്കൂളിൽ വന്നു, അവിടെയും പ്രശ്നമുണ്ടാക്കി. ഇവർക്ക് തട്ടമിട്ട് ഇവർക്ക് ഈ രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസത്തെക്കാളേറെ വിദ്യയേക്കാളേറെ ഇവർക്ക് മതവിദ്യയാണ് വേണ്ടതെങ്കിൽ മത ആലയങ്ങളിൽ പോയി പഠിച്ചാൽ മതി അല്ലേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന SDPI എന്ന തീവ്രവാദ സംഘടനയുടെ ലക്ഷ്യം എന്താണ് എന്ന് ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ലക്ഷ്യത്തിനൊത്ത് സഞ്ചരിക്കുകയായിരുന്നു ഈ മാതാപിതാക്കളും കുട്ടിയും. അല്ലെങ്കിൽ തന്നെ ഈ സ്ഥാപനത്തിൽ ഇന്നലെ വന്ന കുട്ടിയല്ല. ഒരു സ്ഥാപനത്തില് നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാപനക്കാര് പറഞ്ഞിരിക്കും. എന്റെ മോളിപ്പോ +1 +2 പഠിച്ചത് വെസ്റ്റ് ഹിൽസ് സെന്റ് മൈക്കിൾ സ്കൂളിലാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ തന്നെ പറയും, നിങ്ങൾ നാളെ ഇനിയും തട്ടമിടണമെന്നൊന്നും പറയരുത്. എന്നെ അവർക്കറിയാം, എന്റെ മോള് തട്ടമിടത്തില്ല, അതും അവർക്കറിയാം. പക്ഷെ അവർ ആദ്യം തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യും, ഇതാണ് ഇവിടുത്തെ റൂൾസ്. ഇനി വന്ന് 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തട്ടമിടണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നത്, അങ്ങനെയാണെങ്കിൽ TC തന്നു വിടാൻ ഇവിടെ റൂൾസ് ഉണ്ട്. ഓക്കെ. അപ്പോ ഇതൊക്കെ മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ അറ്റൻഷൻ കിട്ടുക, മതം എന്തോ വലിയ രൂപത്തിൽ ആക്രമിക്കപ്പെടുന്നു, മതവിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കേരളത്തിൽ പറ്റുന്നില്ല എന്നൊക്കെ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തിട്ടൂരങ്ങളായിരുന്നു ഇതെല്ലാം. ഏതാണ്ട് ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അതിനൊക്കെ വലിയ രൂപത്തിൽ നമ്മളൊക്കെ ഭാഗവാക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇനിയിപ്പോ ഒരു തട്ടമിട്ട കുട്ടി, ഒരു റിലീജിയസ് ആയ കുട്ടി, അവരെയും ഉൾക്കൊള്ളാൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്ക് സാധിക്കുമെന്ന് എത്രയോ ക്രിസ്ത്യൻ സ്കൂളുകളിലെ മതവേഷം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, നബിയിൽ വിശ്വസിക്കാത്ത ആളുകളെ ഇവർക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? ഇസ്ലാം മതവിശ്വാസികൾക്ക്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ വിശാലമായിട്ടൊരു ചിന്താഗതിയുള്ളവരാണ് അവർ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി ജനിച്ച് മതം വേണ്ട എന്ന് പറയുന്ന എന്നെ പോലെയുള്ള ആളുകളെ പോലും ഉൾക്കൊള്ളത്തക്ക രൂപത്തിൽ ഹൃദയവിശാലത ഇവർക്കില്ല. ഇവർക്ക് എപ്പോഴും മതമാണ് പ്രശ്നം. അതെ, മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞ് മനുഷ്യർക്കിടയിൽ അതിർവരമ്പുകൾ ഉണ്ടാക്കി, ഭിന്നിപ്പുകൾ ഉണ്ടാക്കി, വേർതിരിവുകൾ ഉണ്ടാക്കി
ഇത്രയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ രാജ്യത്ത് സൃഷ്ടിച്ചത് ഇവരാണ്. അതിന് ഇവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വില്ലനായിരിക്കുന്നത് 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകമാണ് വില്ലനായിരിക്കുന്നത്. വഴിപിഴച്ചവരായ യഹൂദരിലും ക്രിസ്ത്യാനികളിലുമുള്ള ആളുകളിൽ നിന്നും മുസ്ലിങ്ങളെ രക്ഷിക്കണേ. അവർ വഴിപിഴച്ചവരാണ്, അള്ളാഹു കോപിച്ചവരാണ്. ഓരോ ദിവസവും ഓരോ മുസ്ലിമും തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് 17 തവണ പറയുന്ന ഒരു പ്രാർത്ഥനയാണ് ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന 2954 ഹദീസ്. അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് നോക്കിയാൽ മതി. 17 തവണ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസികളെ അല്ലാതെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ അല്ലാതെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് എടുത്തു പറയുന്നു. ഇപ്പോ ഖുർആൻ 9:30 തോന്നുന്നു. ഉസൈർ എന്ന ഇസ്രാ പ്രവാചകൻ, അദ്ദേഹം ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ യഹൂദന്മാർക്ക്, പിന്നെ മസീഹ് ഉണ്ടല്ലോ, മിഷിഹ, അതവര് പറയുന്നതാണ്, നമ്മൾ ഈസാ നബി, അദ്ദേഹം ദൈവപുത്രനാണ് എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു എന്നും അതവരുടെ വായ കൊണ്ട് പറയുവാണ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുവാണെന്നൊക്കെ പറയുന്ന ഒരു വചനമുണ്ട്. ഈ എല്ലാത്തിനും കഴിവുള്ള പടച്ചവൻ എന്തിനു ശപിക്കുന്നേ? ആരെയാ ശപിക്കുന്നേ? ഈ ശാപം കൊണ്ട് പടച്ചവൻ എന്തുവാ നേടുന്നത്? പടച്ചവൻ വിചാരിച്ചാൽ ഒന്നുകിൽ അവരെ അവിശ്വാസിയാക്കാം, അല്ലെങ്കിൽ അവരെ വിശ്വാസിയാക്കാം, അല്ലേ? എന്നിട്ടും ശപിക്കുക. തീർന്നോ? നിങ്ങൾ തീർച്ചയായും ജൂതന്മാരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ അവരെ നിങ്ങൾ വധിച്ചു കളയും. ആ സമയത്ത് ഒരു കല്ല് പറയും, ആ ജൂതൻ വരൂ അവനെ വധിക്കുന്നത്. അത് കല്ലിന്റെ പിന്നില് ജൂതന്മാർ ഒളിക്കും. അപ്പൊ ആ കല്ല് പോലും മുസ്ലിങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഓടിവാടായൻ. നമ്മൾ സാറ്റ് കളിക്കുമ്പോൾ കുട്ടികൾ കാണിച്ചു തരുന്നതാണ് ഇവിടെ ഉണ്ടെന്ന്. അതുപോലെ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2921 ഹദീസാണ്. ഇത്രയും അസഹിഷ്ണുത മറ്റേതെങ്കിലും ഒരു മതത്തിനോ, ദൈവമിറക്കിയ ഒരു പുസ്തകത്തിനോ, ദൈവമിറക്കി എന്ന് പറയുന്ന ഒരു ദൈവദൂതനോ പഠിപ്പിച്ചിട്ടുണ്ട്? ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അവർ ഇസ്ലാം സ്വീകരിക്കുന്നതുവരെ ചങ്ങലക്കിട്ട് പീഡിപ്പിക്കണമെന്ന്. എങ്ങനെയുണ്ട്? എന്തിനാ മനുഷ്യരെ കൊണ്ട് തന്നെ മനുഷ്യരെ പീഡിപ്പിക്കേണ്ട കാര്യം എന്താ പഠിച്ചു? അപ്പോ മുസ്ലിങ്ങൾ നരകാഗ്നിയുടെ ശാശ്വതമായിട്ടുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 4557 ഹദീസും 3010 ഹദീസും, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന 2677 ഹദീസും, റിയാദ് സ്വാലിഹീൻ റിപ്പോർട്ട് ചെയ്യുന്ന 1839 ഹദീസും, ഖുർആനിലെ 9-ാം അധ്യായം 29 വ്യാഖ്യാനമായിട്ട് മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 3795 ഹദീസിലും ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്താ, എന്തിന്റെ പേരിൽ അവരെ പീഡിപ്പിക്കേണ്ടത്? അവർ ക്രിസ്ത്യാനികളായി പോയി, അവർ ജൂതന്മാരായി പോയി. അതിന്റെ പേരില് അവരെ ഇസ്ലാം സ്വീകരിക്കുന്നതുവരെ ചങ്ങലക്കിട്ട് പീഡിപ്പിക്കണമെന്ന്. എങ്ങനെയുണ്ട്? എന്തിന്റെ പേരിലാ? അല്ല, അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവരെ സന്മാർഗത്തിലാക്കാൻ കഴിയില്ലായിരുന്നു. അള്ളാഹു അങ്ങനെ അങ്ങ് ആക്കിയാ പോരായിരുന്നു. പിന്നെ അള്ളാഹു ഇവരുടെ വിശ്വാസം എടുത്ത് കളഞ്ഞ് ഇവരെ അവിശ്വാസികളാക്കി വിശ്വാസികളായ ഒരു വിഭാഗം ആളുകളെ കൊണ്ട് അവരെ ശിക്ഷിപ്പിക്കേണ്ട കാര്യം പടച്ചവനുണ്ടായിരുന്നോ? അപ്പൊ മുസ്ലിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ആ മുസ്ലിങ്ങളെ ചങ്ങലക്കിട്ട് പീഡിപ്പിക്കണമെന്ന് പറയുന്ന ഒരാശയമല്ലേ? എന്താ വേദം എന്ന് പറയുന്നത്? ഖുർആനിന് മുമ്പേ ഉണ്ടായ ജൂതന്മാരുടെ തോറയും ക്രൈസ്തവരുടെ ബൈബിളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ തന്നെയാണല്ലോ ഖുർആൻ ഉദ്ദേശിക്കുന്ന മുൻവേദങ്ങൾ. എന്നിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അവർ
കീഴടക്കിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് ഒരു ഗ്രന്ഥത്തിന്? 9-ാം അധ്യായം 29-ാമത്തെ വചനം. അപ്പോ അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധമാണ്, പ്രവാചകനിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധമാണ്. അവര് നല്ലത് എന്ന് പറഞ്ഞതിനെ അംഗീകരിക്കണം, ചീത്ത എന്ന് പറഞ്ഞതിനെ കയ്യോടെ ഇല്ലാതാക്കണം, ഉപേക്ഷിക്കണം. പിന്നെ ഇസ്ലാം എന്ന മതത്തെ മാത്രം സത്യമതമായിട്ട് അംഗീകരിക്കുകയും ചെയ്യണം. ഇതിന്റെ പേരാണ് തീവ്രവാദം. മറ്റുള്ളവരെ ഞെക്കിപ്പഴിപ്പിച്ച് മുസ്ലിമാക്കേണ്ടുന്ന കാര്യം എന്താണ്? ഈ പടച്ചവൻ ഈ അണ്ടകടാഹം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു പടച്ചവന് ഇങ്ങനെ ഒരു മതത്തിൽ മാത്രം മനുഷ്യനെ ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ടുന്ന കാര്യം എന്താ? പീഡിപ്പിച്ചിട്ട്, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പീഡിപ്പിച്ചിട്ട് ഈ മതത്തിൽ വിശ്വസിച്ചേ പറ്റൂ എന്ന് തീവ്രമായി പറഞ്ഞ് അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് ആരാധനകൾ പിടിച്ചു വാങ്ങേണ്ടുന്ന ഗതികെട്ട ഒരു പിഴച്ചോനെയല്ലേ ഖുർആൻ നമുക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്? അല്ലെ? നിങ്ങൾക്ക് വിശ്വസിക്കണോ? വിശ്വസിച്ചോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വാസമില്ലെങ്കിൽ എന്നെ എന്റെ വഴിക്ക് വിടും. ഒരു മനുഷ്യന്റെ ജീവൻ, നമ്മളിപ്പോ അബോധാവസ്ഥയിലാണെന്ന് വിചാരിച്ചു, നമ്മളെ സർജറി ചെയ്യുന്നില്ലേ, നമ്മളെ മയക്കിയിട്ട് ഒരു മിനി ഡെത്താണല്ലോ. അനസ്തേഷ്യ കൊടുത്ത് മയക്കുക എന്നുള്ളത് എന്തെങ്കിലും അറിയുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിൽ കത്തിവെക്കുന്നതിനെ നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് മരണവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സ്വർഗം, അവർക്ക് കിട്ടുന്ന നരകം, അവരനുഭവിക്കാൻ പോകുന്ന വേദനകള്, പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, ഇതൊക്കെ നിങ്ങൾക്ക് സത്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു. എന്നെ നിങ്ങൾ നിർബന്ധിക്കണ്ട വിശ്വസിക്കാൻ. മറ്റൊരാള് വിശ്വസിക്കുന്നില്ല എന്ന് കരുതി അവരെ വെറുക്കാനും സ്നേഹിക്കാനും സഹിഷ്ണുതയോടുകൂടി അവരെ കാണാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ മതം നിങ്ങളെ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ വന്ന് തൂറി നിറയ്ക്കുന്നത്. പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരമല്ലേ നിങ്ങളിൽ ഉണ്ടാവും. പടച്ചവനാണെങ്കിൽ ഏറ്റവും വലിയ അസഹിഷ്ണുത നിറഞ്ഞ രക്ഷിതാവാണ്. കണ്ടില്ലേ? നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ യഹൂദനെയും ക്രിസ്ത്യാനികളെയും ചങ്ങലക്കിട്ട് പീഡിപ്പിച്ചോളാൻ. ഇങ്ങനെ പറയുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സഹിഷ്ണുതയാണുള്ളതെന്നും എത്രമാത്രം വിവരമുള്ളവനാണ് ആ പടച്ചവനെന്ന് നമുക്ക് മനസ്സിലായില്ലേ? എല്ലാത്തിനും പോന്ന പടച്ചവൻ അള്ളാഹു വിചാരിച്ചാൽ ഇതെല്ലാം കഴിയുമെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. അമുസ്ലിമായിട്ടുള്ള അയൽവാസിയോട് പരുഷമായി പെരുമാറണമെന്ന്, അവൻ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണമെന്ന്. ഇതൊക്കെ എന്ത് രൂപത്തിലുള്ള ആശയമാണെന്നാണ് നിങ്ങൾ പറയുന്നത്? സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. എന്തോ ഉണ്ടാക്കാൻ? അവന്റെ കഴുത്തെടുക്കാനും. അവൻ ഭീകരത കണ്ടെത്തണം, അവൻ നിങ്ങളെ പേടിക്കണമെന്ന്. അവൻ എത്രമാത്രം പേടിക്കുന്നോ അത് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് പടച്ചോനെന്ന്. കൊള്ളാം. ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള പടച്ചവനും തീവ്രവാദികളായിട്ടുള്ള കുറച്ച് മാനസിക രോഗികളായിട്ടുള്ള അടിമകളും ഉണ്ടാക്കിയ ആശയം. വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയിടത്ത് വെച്ച് അവരെ അങ്ങോട്ട് തീർത്തോ. കൊള്ളാം, നല്ല ആശയം അല്ലേ? ഭൂമിയിൽ കുഴപ്പമില്ലാതാകണം, മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകണം, അതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തു. ആഹാ, എന്ത് സുന്ദരമായിട്ടുള്ള മതേതരത്വം. 8-ാം അധ്യായം 39-ാമത്തെ വചനം. കൊള്ളാം. എല്ലാത്തിനും കഴിവുള്ള പടച്ചവന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി ഇസ്ലാമിനെ നിങ്ങളൊന്ന് വെച്ചു കൊടുക്കണം. ഇസ്ലാമിന്റെ അധികാരം അള്ളാഹുവിനാണെന്നൊന്ന് വെച്ചു കൊടുക്കണം. അള്ളാഹു എല്ലാത്തിനും പോന്നവനാണ്. പക്ഷേ ലോകം മുഴുവനും ഇസ്ലാമാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വേണ്ടി വരും. മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുകയും മുസ്ലിങ്ങൾ അവരെ കൊല്ലുകയും ചെയ്തിട്ടില്ലെങ്കിൽ ലോകാവസാനം സംഭവിക്കില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ. ജൂതന്മാരൊരു കല്ലിന്റെയോ മരത്തിന്റെയോ ഒക്കെ പിന്നിൽ ഒളിക്കും. അപ്പൊ കല്ലും മരവും ഒക്കെ വിളിച്ചു പറയും, എന്റെ പുറകിൽ ഒരു ജൂതനുണ്ട്, അവനെ തീർത്തിട്ട് പൊയ്ക്കോടാന്ന്. യഹൂദനുണ്ടാ, അവനെ കൊല്ലടാന്ന്. മർക്കദ് എന്നാണ് മരത്തിന്റെ പേര്. മരത്തിന് വരെ പേരുണ്ട്. ഒക്കെ ഒരു അത്ഭുതം. അതൊക്കെ ഒരു കാലം. ആയിഷയുടെ ആടിന് വരെ അക്ഷരാഭ്യാസം അറിയാമായിരുന്നു, മമ്മദണ്ണൻ അറിയില്ലായിരുന്നു എഴുത്തും വായനയും. അന്ന് പേപ്പർ വെച്ച് വന്ന് അറബിയൊക്കെ വായിച്ചു നോക്കി. ഹർക്കത്തില്ലാത്ത, വള്ളിയും പുള്ളിയും ഒന്നും ഇല്ലാത്ത അറബി വരെ വായിക്കാൻ അറിയുന്ന ആടുണ്ടായിരുന്നു.
ആയിഷ ഖുർആൻ വചനങ്ങളൊക്കെ എഴുതി, പിന്നെ മുഹമ്മദിന് ഇറങ്ങിയ വെളിപാടുകളൊക്കെ എടുത്ത് കട്ടിലിന്റെ അടിയിൽ, തലയണയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്നു. ആട് കൊന്ന് തിന്നില്ലേ? അതുപോലെ നബിയുടെ കാലഘട്ടത്തിലെ ഗർക്കത് മരത്തിന് പേരുണ്ടായിരുന്നു. ആ വൃക്ഷം വരെ ജൂതവൃക്ഷമാണ്. അതിന്റെ പിന്നിൽ ഒളിക്കുമ്പോൾ പിന്നെ ഈ ഗർക്കത് എന്ന് മരം വിളിച്ച് പറയുമ്പത്രേ ജൂതന്മാരതിന്റെ പുറകിലുണ്ട് കേട്ടോ, കൊന്നോളാൻ. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2922 ഹദീസ. എല്ലാത്തിന്റെയും റഫറൻസ് തരാവുക. നിങ്ങളുടെ പുസ്തകത്തിൽ പറയാത്ത ഒരു കാര്യവും ഞാൻ വിമർശിച്ചിട്ടില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പർവ്വതം പോലെയുള്ള മഹാപാപങ്ങളുമായിട്ട് വരുമെന്നും എന്നിട്ട് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും, അവർ ക്രിസ്ത്യാനികളുടെയോ ജൂതന്മാരുടെയോ മേലെ ആ പാപം അള്ളാഹു വെച്ചു കൊടുക്കുമെന്നും സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2767 ഹദീസ് പറയുന്നു. വല്ല മനസ്സിലായോ? ഇപ്പൊ ഈ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന ആളുകൾ അതായത് മുസ്ലിങ്ങളെ എത്രമാത്രം ആളുകളെ കൊന്നൊടുക്കിയാലും എത്ര ആളുകളെ പീഡിപ്പിച്ചാലും സ്വന്തം മാതാവിനെ പിടിച്ചു പീഡിപ്പിച്ചാലും ശരി, സഹോദരിയുടെ വയറ്റിൽ ബീജം നിക്ഷേപിച്ചാലും ശരി, ആ പാപങ്ങളെല്ലാം ജൂതന്മാരുടെയോ ക്രിസ്ത്യാനികളുടെയോ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഇവരെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും എന്ന് പറയുന്നത് ആരാ? സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ. ജെമിനി മുസ്ലിം അല്ല, ഹറാമാണ് കേട്ടോ. ആരാ പറഞ്ഞത്? ഷാനോ? ഷാൻ. AI പറയണ്ടാ, ഖുർആൻ പറഞ്ഞോളൂ. എയും ജെമിനിയും ഒന്നും പറയണ്ട. നിങ്ങൾ ചാറ്റ് GPT ചോദിക്കണ്ട, ഖുർആനും ഹദീസും എടുത്തൊന്ന് തുറക്ക്. ജെമിനി പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമാണോ? എന്നാ ഖുർആൻ ഇൻഡെക്സ് ഞാൻ തരാം, എടുത്തു നോക്ക്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2767 ഹദീസാണ് പറഞ്ഞത്. അതായത് നിങ്ങള് പർവ്വതം പോലെയുള്ള, ഹിമാലയം പോലെയുള്ള പാപങ്ങളുമായി വരുമ്പോൾ ആ പാപങ്ങളൊക്കെ എടുത്ത് ക്രിസ്ത്യാനികളുടെയും പിന്നെ ജൂതന്മാരുടെയും ഒക്കെ തലയിൽ വെച്ച് കൊടുത്തിട്ട് അള്ളാഹു ഇവരെ രക്ഷപ്പെടുത്തും. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഓരോ മുസ്ലിമിന് പകരവും ഓരോ ക്രിസ്ത്യാനിയെയോ ജൂതനെയോ നരകത്തിലേക്ക് തള്ളുമെന്ന് അള്ളാഹു. എന്നിട്ട് മുസ്ലിങ്ങളോട് പറയുമത്രേ, ഇത് നിനക്കുള്ള നരകത്തിൽ നിന്നുള്ള മോചനമാണെന്ന്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 3-ാമത്തെ വാള്യം 49-ാമത്തെ ഭാഗം 49-ാമത്തെ ഹദീസ് നമ്പർ. എത്ര വേണം തെളിവുകൾ, റഫറൻസുകൾ? അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവരാണ്, അമുസ്ലിങ്ങളെ കൊല്ലണം, ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മാത്രം ജിസിയ അഥവാ നികുതി കൊടുക്കുക, അങ്ങനെ അവർ അധപ്പതിച്ചവരായി അനുഭവപ്പെടുമെന്ന് ഖുർആൻ 3-ാം അധ്യായം 28. പിന്നെ അതുപോലെ 3-ാം അധ്യായത്തിൽ തന്നെ 2:191, 5:33, പിന്നെ ഇബ്നു കസീർ റിപ്പോർട്ട് ചെയ്യുന്ന ഖുർആൻ 98:6. ഒരുപാട് ഖുർആൻ വചനങ്ങളുണ്ട്. 9-ാം അധ്യായത്തിന്റെ 73, 66-ാം അധ്യായത്തിന്റെ 9. ഇതെല്ലാം ഇത് തന്നെയാണ് തെളിവുകൾ. പിന്നെ പ്രവാചകൻ പറഞ്ഞു, ഒരു മുസ്ലിമും മരിക്കുന്നില്ല, അള്ളാഹു അവന്റെ സ്ഥാനത്ത് ഒരു ക്രിസ്ത്യാനിയെയോ ജൂതനെയോ നരകത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഈ പടച്ചവൻ ഇത്രയും വെറുപ്പുള്ള ഒരു വിഭാഗത്തെ പടച്ചവൻ എന്തിനാ സൃഷ്ടിച്ചത്? സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 3-ാം വാള്യത്തിലെ 49-ാമത്തെ ഭാഗത്തിലെ ഹദീസ് നമ്പർ 50 വായിച്ചത്. ഈ ക്രിസ്ത്യാനിയോടും ജൂതനോടും ഇത്രമാത്രം വെറുപ്പുള്ള പടച്ച റബ്ബ് ഒന്നുകിൽ അവരെ മുസ്ലിം ആക്കണമായിരുന്നു, സന്മാർഗത്തിലാക്കണമായിരുന്നു, അതല്ലെങ്കിൽ അവരെ സൃഷ്ടിക്കരുതായിരുന്നു. അവരെ സൃഷ്ടിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് ശിക്ഷിപ്പിക്കുന്നത് എവിടത്തെ ന്യായമാണ്? മുസ്ലിങ്ങൾ ഒരിക്കലും യഹൂദരെയും ക്രൈസ്തവരെയും ഉറ്റമിത്രങ്ങളാക്കരുത് എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. 5-ാം അധ്യായത്തിന്റെ 51. ഇത്രയും അള്ളാഹു വെറുത്ത ഒരു വിഭാഗമാണ് ഇവരത്രേ. ഹലോ, അപ്പോ അള്ളാഹുവിന് ഇത്രയും വെറുത്ത ഒരു വിഭാഗമാണ് ഇവരെങ്കിൽ
ഒരു കാരണവശാലും ഇവരെ അള്ളാഹു സൃഷ്ടിക്കരുതായിരുന്നു, അല്ലെ? അപ്പോ ഈ തുമ്പൻ ടീമിന്റെ കയ്യില് ഒരാളുടെ സ്വർഗവും ഒരാളുടെ നരകവും ഒക്കെ ആരാ കൊടുത്തത്? നിങ്ങൾക്ക് ആരാ തന്നത് സ്വർഗവും നരകവും ഒക്കെ? ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് നിങ്ങളോട് പറഞ്ഞോ സ്വർഗത്തിന്റെ വർണ്ണനകളൊക്കെ? ഈ സ്വർഗത്തെ കുറിച്ച് വർണ്ണിക്കുന്നതൊക്കെ, കാഫിറുകളെ പുച്ഛിക്കുന്നതും നിന്ദിക്കുന്നതും ഒക്കെ ഈ ഗ്രന്ഥത്തിൽ നിന്നും അതുപോലെ മതപ്രഭാഷകരുടെ വചനങ്ങളിൽ നിന്നുമല്ലേ പറയുന്നത്? തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യഹൂദരും ക്രിസ്ത്യാനികളും നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിന് മുമ്പ് അവരെ നിങ്ങൾ അഭിവാദ്യം ചെയ്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അവര് നിങ്ങളോട് ഇങ്ങോട്ട് പറയാതെ നിങ്ങൾ അവരോട് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് അവർക്ക് ഇത്രയ്ക്ക് അസഹിഷ്ണുത നിറഞ്ഞ ഒരു പടച്ചോ. ഇനി നിങ്ങൾ എങ്ങാനും ഈ ജൂതരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വഴിയിൽ കണ്ടുമുട്ടിയാൽ അതിന്റെ ഇടുങ്ങിയ ഭാഗത്തേക്ക് പോകാൻ അവരെ നിർബന്ധിക്കണമെന്ന്, വിശാലമായിട്ട് നിങ്ങൾ നടന്നു പോകണം, അവരെ നീരസം പ്രകടമാക്കണമെന്ന് പഠിപ്പിക്കുക. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 2167 ഹദീസ. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെയും ജൂതരെയും മുഴുവനും പുറത്താക്കുന്നതുവരെ പ്രവാചകൻ വിശ്രമിക്കില്ല എന്നാണ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 1767 ഹദീസിൽ പറയുന്നത്. അള്ളാഹു യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ ശത്രുതയും വിദ്വേഷവും ഇട്ടുകൊടുക്കുമെന്ന് ഖുർആൻ 5-ാം അധ്യായം 64 വചനത്തിൽ പഠിപ്പിക്കുന്നു. എന്തിന്? അപ്പൊ ശരിക്കു പറഞ്ഞാൽ മനുഷ്യനെ പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്ന, കൊല്ലാനും കൊല്ലപ്പെടാനും പഠിപ്പിക്കുന്ന വിദ്വേഷവും ഈ അന്യമത വിരുദ്ധതകളും മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലാനും കൊല്ലപ്പെടാനും വെറുക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന ഈ ആശയം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് യോജിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഈ ഇന്റർനെറ്റ് യുഗത്തില് മനുഷ്യൻ എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും മനുഷ്യനെ പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരാശയം. എന്തിനാണ് അമുസ്ലിങ്ങളെ ഇത്ര കണ്ട് വെറുക്കുന്നത്? അവരെന്തു ചെയ്തു ഇവരെ? അവര് വിശ്വാസികളാകാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു അവരെ അവിശ്വാസികളാക്കിയത് കൊണ്ടല്ലേ? അപ്പോഴും അവിടെ വില്ലനായതാരാ? പടച്ചോനല്ലേ? പടച്ചവന്റെ കിതാബില്, എന്റെ മൂർധാവില് ഞാൻ 4-ാം മാസം എന്റെ മാതാവിന്റെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് എഴുതിയതിന്റെ അടിസ്ഥാനത്തിലല്ലേ ഞാൻ ഇങ്ങനെ ആയത്? പിന്നെ നിങ്ങൾ എങ്ങനെയാ എന്നെ തെറ്റു പറയാ? പടച്ചവന്റെ കൽപ്പനയില്ലാതെ, പടച്ചവന്റെ വിധിയില്ലാതെ ഒരു പഴുത്ത ഇല പോലും ചലിക്കില്ല എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം എങ്ങനെ ശരിയാകും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ആ പടച്ചവന്റെ തീരുമാനപ്രകാരമല്ലേ ഞാൻ മുർത്തദ്ദായത്, മതത്തിൽ നിന്നും പുറത്തു പോയത്? അങ്ങനെ നിങ്ങളുടെ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ അതിന് നിങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ടേ? യഹൂദരുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ അള്ളാഹു എന്തിനാണ് ശത്രുതയും വിദ്വേഷവും നിറയ്ക്കുന്നത്? 5-ാം അധ്യായം 64 വചനം ഖുർആൻ. അപ്പോ അള്ളാഹു അല്ലേ എല്ലാ തരത്തിലുള്ള അനൈക്യത്തിനും കാരണം? ഈ അനൈക്യം ഉണ്ടായത് ആരാണ് ഉണ്ടാക്കിയത്? അള്ളാഹു അല്ലേ? ഈ അമുസ്ലിങ്ങളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലാപമുണ്ടാക്കാൻ, തല്ലും പിടിയും ഉണ്ടാക്കാൻ ആരുടെ നിയോഗപ്രകാരമാണ്, ആരുടെ കൽപ്പന പ്രകാരമാണ്, ആരുടെ വിധി നിശ്ചയ പ്രകാരമാണ് നടക്കുന്നത്? പടച്ചോന്റെ തീരുമാനം. 5-ാം അധ്യായം 64 വചനം. മുഹമ്മദ് നബി പറയുവാണ്, യഹൂദന്മാർ അള്ളാഹുവിനോട് കോപിച്ചവരും ക്രിസ്ത്യാനികൾ വഴിപിഴച്ചവരുമാണെന്ന്. പടച്ചോൻ വിചാരിച്ചിരുന്നെങ്കിൽ അവർ സന്മാർഗത്തിലാകത്തില്ലായിരുന്നു സുഹൃത്തുക്കളെ, ഇല്ലേ? ബുക്ക് നമ്പർ 47 ഹദീസ് നമ്പർ 6 തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന 2954 ഹദീസ്. 9-ാം അധ്യായത്തിന്റെ 30 അള്ളാഹു പറയുന്നു, യഹൂദരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്തിന്? ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുവാണ്, മുഹമ്മദ് യഹൂദ ദമ്പതിമാരെ കൊല്ലുന്നതിന് വേണ്ടി കല്ലെറിഞ്ഞു. അവരെ കല്ലെറിഞ്ഞവരിൽ ഞാനും ഉണ്ടായിരുന്നു. ജൂത പുരുഷൻ കല്ലുകളിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ടവളെ മറച്ചു പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു.
ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 2556 ഹദീസ്. അതേപോലും ഒരു മുസ്ലിം ആളിനെ, ഒരു മുസ്ലിം പുരുഷനെയും സ്ത്രീയെയും കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു പ്രവാചകൻ? ഇല്ല. ഇവിടെ യഹൂദനായതിന്റെ പേരിൽ ആണിനെയും പെണ്ണിനെയും കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ച പ്രവാചകൻ. ഒരു മുസ്ലിം സ്ത്രീ വന്നിട്ട് പ്രവാചകരെ, ഞാൻ ദുർനടപ്പുകാരിയാണ്, എന്നെ നിങ്ങൾ എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ 2-3 തവണ അനിഷ്ടം പ്രകടിപ്പിച്ചെങ്കിലും ഒടുവിൽ അവരെ എറിഞ്ഞു കൊല്ലുന്നു. അവരെ പിഴപ്പിച്ചവനെ കുടികൊല്ലട്ടെ. ഇവരുടെ ഉള്ളിലുള്ള ജൂത വിരോധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഓ, ഹദീസ് പറയാതെ പറയൂ ചേച്ചി, എന്നാലേ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ അല്ലേ? ഷാനിന്റെ ജെമിനി എവിടെ പോയി? നോമ്പാണോ? മൗനവ്രതത്തിലാണോ? ഇറങ്ങിപ്പോടാ. ഒരക്ഷരാഭ്യാസവുമില്ല, വെളിവും വെള്ളിയാഴ്ചയുമില്ല, പറഞ്ഞാലൊട്ട് മനസ്സിലാകത്തുമില്ല. തലയ്ക്കകത്ത് മൊത്തം എന്തോ ചകിരിച്ചോറും നിറച്ചുകൊണ്ട് നടക്കുന്ന ഒരു ടീമാണിത്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് പ്രകാരമാണ് ഇന്ന് ഐസിസും ലഷ്കർ ഇ തൊയ്ബയും അൽ ഖ്വയ്ദയും ഒക്കെ ഉണ്ടാകുന്നത്. ഇത്തരം തീവ്രവാദ സംഘടനകൾ ഇത്തരം തീവ്രമായിട്ടുള്ള ആശയങ്ങളിലാണ് അവർ പ്രവർത്തിക്കുന്നത്. മുഹമ്മദ് മരണക്കിടക്കയിൽ വെച്ച് പോലും യഹൂദരെയും ക്രിസ്ത്യാനികളെയും ശപിച്ചുകൊണ്ടേയിരുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3453 3454 ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരും. എന്താ വേണ്ടതിനി? വാളുകൊണ്ടല്ലെങ്കിൽ കൈകൊണ്ടെങ്കിലും കോപത്തോടെ നോക്കി കാഫിറുകൾക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. തൂലിക, വാള്, നാവ്, ഇതൊക്കെ കാഫിറുകൾക്കെതിരെ പ്രയോഗിക്കണമെന്ന്. അതായത് മുസ്ലിങ്ങളല്ലാത്ത കാഫിറുകള്, യഹൂദന്മാര്, വിഗ്രഹാരാധകർ, ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരോടൊക്കെ നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത 2901 2783 ഹദീസ്, തിർമിദി റിപ്പോർട്ട് ചെയ്ത 3376 ഹദീസ്, നസായി റിപ്പോർട്ട് ചെയ്യുന്ന പുസ്തകം 24 ഹദീസ് നമ്പർ 10, ഖുർആൻ 9-ാം അധ്യായം 73, ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന തൻവീർ അൽ മിഖ്വാസ് എന്ന് പറയുന്ന ഗ്രന്ഥം, അൽ ജലാലിൻ, ഇബ്നു കസീർ. എത്ര വേണം? 9-ാം അധ്യായത്തിന്റെ 111 തഫ്സീർ എടുത്ത് വായിച്ചു നോക്ക്. ഇതെല്ലാം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ പറയുന്നത്. മുഹമ്മദ് പഠിപ്പിച്ചു, അവിശ്വാസികൾക്കെതിരെ, അതായത് അമുസ്ലിങ്ങൾക്കെതിരെ ജിഹാദ് നടത്തണം. ഇത് ഇസ്ലാം മതസ്ഥർക്കുള്ള അള്ളാഹുവിന്റെ നിർബന്ധമായിട്ടുള്ള കൽപ്പനയാണ് എന്ന് ഖുർആൻ 2-ാം അധ്യായം 216 പറയുന്നു. മുഹമ്മദ് പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ്, യുദ്ധം, അവിശ്വാസികൾക്കെതിരെയുള്ള മുസ്ലിങ്ങളുടെ യുദ്ധമാണ്. ഇത് നടത്തിയാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സ്ഥാനം 100 മടങ്ങ് ഉയർത്തുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 4654 ഹദീസ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിച്ചു നോക്കുമ്പോൾ അവിടെ എല്ലാവരും ക്രിസ്ത്യൻ കുട്ടികൾ, അമുസ്ലിം കുട്ടികൾ. അവർ യഹൂദന്മാരാണ്, ക്രിസ്ത്യാനികളാണ്, ബഹുദൈവാരാധകനാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് എനിക്ക് തട്ടമിട്ടേ പഠിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് ഒരു ജിഹാദാണ് എന്നൊരു കുട്ടി ചിന്തിച്ചു. ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ ജിഹാദിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്നും ചിന്തിച്ചു. അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ. ഇതെല്ലാം കഥകളാണ്. അതെ, ഇതെല്ലാം കഥകളാണ്. ഈ കഥ വിശ്വസിക്കുന്ന ആളുകളോടാണ് നമ്മൾ പറയുന്നത്, മുഹമ്മദ് ഷെഫീഖെ ഇറങ്ങിപ്പൊയ്ക്കോ മോനെ, അല്ലെങ്കിൽ ഞാൻ എടുത്ത് വെളിയിൽ കേട്ടോ. ചെല്ല്. വട്ടുകൾ മാത്രം എഴുതിയ ഒരു കിതാബും വട്ടുകൾ മാത്രം പഠിപ്പിച്ച ഒരു വട്ടൻ നബിയും പറഞ്ഞ വട്ടത്തരങ്ങളാണ് ഈ പറയുന്നത്. അതെ, ദേവ് മാത്യു, ഇതെല്ലാം ഈ തട്ടത്തിന്റെ വിഷയം മാത്രമല്ല. നമ്മുടെ നാട്ടില് ഏതൊക്കെ രൂപത്തിലാണോ ജിഹാദ് ചെയ്യാൻ പറ്റുന്നത്, അതായത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി അമുസ്ലിങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു തീവ്രവാദ സംഘം സംഘടിതമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ഈ ഗ്രന്ഥമാണെന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും എതിർക്കുന്നവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി ഛേദിക്കപ്പെടണമെന്ന് 5-ാം അധ്യായത്തിന്റെ 33 പറയുന്നതിനനുസരിച്ചിട്ടല്ലേ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈകാലുകൾ എടുത്തത്? പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായിട്ടുള്ള അബ്ദുൽ നാസർ മദനി പറഞ്ഞത് എന്താണ്? പബ്ലിക്കിൽ അദ്ദേഹത്തിന്റെ തലയായിരുന്നു എടുക്കേണ്ടതെന്നല്ലേ പറഞ്ഞു.
ഖുർആനിലെ എല്ലാ വാക്യങ്ങളും പ്രാവർത്തികമാക്കാനുള്ളതാണ്, എല്ലാ കാലഘട്ടത്തിലും നടപ്പിലാക്കേണ്ടതാണ് എന്ന് അമാനി മൗലവിയുടെ തഫ്സീർ 67-ാമത്തെ പേജ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത് പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ, പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടിയുള്ളതല്ല, എല്ലാ കാലഘട്ടത്തിലും നടപ്പിലാക്കേണ്ടുന്ന നിയമങ്ങളാണ് ഖുർആനിൽ ഉള്ളത്. ആ ഖുർആന്റെ നിയമങ്ങൾ നടപ്പിലാക്കണം. അതാണ് ജോസഫ് മാഷിന്റെ വിഷയത്തിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവായിട്ടുള്ള സവാദ് നടപ്പിലാക്കി കാണിച്ചു തന്നത്. ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നത്. 5-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനം പറയുന്നത് പ്രകാരമാണ് ആ ശിക്ഷാരീതികൾ അവർക്ക് നടപ്പിലാക്കിയത്. അതുപോലെ ഖുർആനിലെ എല്ലാ കൽപ്പനകളും എല്ലാ അവസരങ്ങളിലേക്കുമായിട്ടാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 1217 പറയുന്നുണ്ട്. എന്തു മനസ്സിലായി? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിച്ചാൽ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ, മതം വിട്ടവരെ, യഹൂദരെ, ക്രിസ്ത്യാനികളെ, ബഹുദൈവ വിശ്വാസികളെ, ഇവരെ ഒക്കെ തീർത്തേക്കണം എന്നത് ഖുർആനിന്റെ അധ്യാപനമാണ്. അതെ, ഇസ്ലാം ഒരു ആഭാസ മതമാണ്. അതിന്ന് ലോകം തിരിച്ചറിയും. ഇന്ന് ജൂതനുണ്ടാക്കിയ മീഡിയ ഡെവലപ്പായി. ജൂതൻ കണ്ടുപിടിച്ച സംവിധാനങ്ങൾ ഇന്ന് ഏറെ ഡെവലപ്പായതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാം എന്താണെന്നും മുസ്ലിം എന്താണെന്നും ശരിക്കും മനസ്സിലായി. ഇനി നിങ്ങൾക്ക് അവരെ പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഗസ്വായി ഹിന്ദ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഗസ്വായി ഹിന്ദ്? ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഈ രാജ്യത്തെ തകർക്കുക, ഇന്ത്യയെ ആക്രമിച്ച് പിടിച്ചെടുക്കുക, സ്വർഗം കിട്ടുമെന്നാ പറയുന്നത്. സ്വർഗം കിട്ടും. സുനൻ നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന 3174-ാമത്തെ ഹദീസ്, 3175-ാമത്തെ ഹദീസ്. ഇസ്ലാമിക നിയമമല്ലാതെ ഒരു രാജ്യത്തിന്റെ നിയമങ്ങളും അനുസരിച്ചു പോകരുത് എന്ന് ഖുർആൻ 6-ാം അധ്യായത്തിന്റെ 60, 4-ാം അധ്യായത്തിന്റെ 60, 18-ൽ 26, 5-ന്റെ 50 ഫത്വയും ഉണ്ട് കേട്ടോ. 85,826 ആണെന്ന് തോന്നുന്നു. ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നു. നിങ്ങൾ 6-ാം നൂറ്റാണ്ടിന്റെ ഒരു ഗ്രന്ഥവും പൊക്കിപ്പിടിച്ച് ഇതാണ് ഇസ്ലാം, ഇതാണ് മുസ്ലിം എന്ന് പറഞ്ഞ് കപട മതേതരത്വവും മാനവികതയും ഒക്കെ പഠിപ്പിക്കാൻ പോയാലുണ്ടല്ലോ, ജനങ്ങൾ എടുത്തിട്ട് അലക്കും. കാരണം ഇന്ന് തലയ്ക്കകത്താള് താമസമുള്ള, ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ജനത, ഒരു യുവതയാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് അവരോട് നിങ്ങളുടെ ഒരു അന്ധതയും നടക്കില്ല. നിങ്ങൾ മതപരമായിട്ടുള്ള അന്ധതയാണ് ഈ സമൂഹത്തിൽ വാരി വിതറുന്നത് എന്ന് തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ ഈ എരണം കെട്ടവന്മാരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ യുവതയാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഇവരൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് എന്നെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിനെ ഇത്ര ശക്തമായി വിമർശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇസ്ലാം വിട്ട് പുറത്തു വരുന്നത്, ആ ഇസ്ലാമിനെ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ജീവനും ജീവിതവും വരെ ത്യാഗം ചെയ്ത് ഒരുപാട് ഭീഷണികൾക്ക് നടുവിൽ നിന്ന് എന്തിനാണ് ഇവർ ഇത്രയും കഠിനമായി പരിശ്രമിക്കുന്നത് എന്ന് ഇന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു തലമുറയ്ക്ക് കഴിയുന്നുണ്ട്. നമ്മളോടൊക്കെ തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾ സഹിക്കുന്നത് വലിയ ത്യാഗമാണ് കേട്ടോ എന്ന് ഇവരൊക്കെ പറയാറുണ്ട്. വലിയ ത്യാഗമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഈ ത്യാഗം സഹിച്ച് ഈ മതതീവ്രവാദികളുടെ വാളിനെ പോലും ഭയക്കാതെ
നിങ്ങൾ ഈ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, മറ്റുള്ളവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് അവർ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അപ്പോഴാണ് ഞാനൊക്കെ വിജയിക്കുന്നത് അപ്പോഴാണ്. കാരണം നമ്മൾ എടുക്കുന്ന ആ എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഉസ്താദുമാര് വന്നിട്ട് ഇത്രയും കൂടുതൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ? അയ്യോ, ഞങ്ങളുടെ മതം പോക്കായി, ഞങ്ങളുടെ മതം തകർന്നുകൊണ്ടിരിക്കുന്നു, ഏറ്റവും കൂടുതൽ യുവത മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ മതം ഉപേക്ഷിക്കുന്നത്? ഞങ്ങൾ ഇവരെ യുക്തിവാദികളുടെ വീഡിയോകൾ ഇവർ കാണുന്നു, യുക്തിവാദികളുടെ പിന്നാലെ ഇവർ പോകുന്നു, അവരുടെ പോസ്റ്റുകൾ വായിക്കുന്നു, അവർ പറയുന്നത് ഇവർ കേൾക്കുന്നു, ചിന്തിക്കുന്നു, പഠിക്കുന്നു, അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. ഇന്നേ നമ്മൾ ഏതൊരു കാര്യം പറഞ്ഞാലും ശരി, കുട്ടികളാണെങ്കിലും അവർ തെളിവ് ചോദിക്കില്ലേ? നടത്തത്തില്ല. ഫരീദ് എം.എം. സ്നേഹസംവാദം നടത്തില്ല. കാരണം ഏകദേശം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി പോയല്ലോ. അതുകൊണ്ട് ഇനിയും ബുദ്ധിമുട്ടാണ്. ഇവര് എന്താണോ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിന് നേരെ വിപരീതമായി മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയായി മാറുന്നത് എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി ചിന്തിച്ചു തുടങ്ങിയിടത്താണ് ഇവരുടെ അന്ത്യം സംഭവിച്ചത്. ഇപ്പതാ മുസ്ലിങ്ങൾക്കു വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കണം എന്നു പറഞ്ഞത് ആരാ? KM ഷാജിയ. അങ്ങനെയാണെങ്കിൽ ഇവര് മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് വാങ്ങിയാണോ അധികാരത്തിലേറിയത്? ഇവർ MLA ആയതും MP ആയതും മന്ത്രിയായതും കേരളത്തിന്റെ ഭരണം ഇതിനു മുമ്പ് പിടിച്ചതുമൊക്കെ മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് വാങ്ങിയാണോ? പക്ഷേ മതേതരന്മാരുടെ വോട്ട് വാങ്ങി മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രമായിരുന്നു ഇവർ ഭരിച്ചിരുന്നത് എന്ന് ഇവർ തന്നെ വെളിപ്പെടുത്തും. ഒരു വിദ്യാഭ്യാസ മന്ത്രി കണ്ടില്ലേ, തട്ടമിട്ടതുമായി ബന്ധപ്പെട്ടൊരു സ്കൂളിന്റെ വിഷയം ഇത്രയേ ഉള്ളൂ. ഇവര് തരാതരം അഭിപ്രായങ്ങളല്ലേ മാറ്റി പറയാൻ പറ്റൂ എന്നായിരിക്കും ഇവര് പറയുക. അഭിപ്രായങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിച്ചും പറയാമല്ലോ, അത് വലിയ കീറാമുട്ടിയൊന്നുമല്ലല്ലോ എന്നാ പറയുക. പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ഇവര് പറയുന്നത് അങ്ങനെ തന്നെ തൊള്ള തൊടാതെ വിഴുങ്ങുന്നവരല്ല. മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. ഈ ഷാജി പറഞ്ഞ മുസ്ലിങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞില്ല, അതിനെ സംബന്ധിച്ച് നമ്മുടെ റഹ്മത്തുള്ള കാസിമി മൂത്രയുടെ ജൂസ് ഉസ്താദ് പ്രതികരിക്കുന്നുണ്ട്. നോക്കാം. ഞാൻ ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്തു. കേരളത്തിലെ ഒരു എക്സ്-MLA, മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് KM ഷാജി, ഞാൻ തന്നെ പറയാം KM ഷാജി, ഈ അടുത്ത ദിവസം മന്ത്രിമാര് മന്ത്രിമാര് മക്ബറകളിൽ തുണി വിരിക്കാൻ പോകരുത്, ആര് വിരിക്കാൻ പോകരുത് എന്ന് പിന്നെ എന്തിനാണാവോ പോകേണ്ടത്? സുന്നികൾ ചെയ്യുന്ന പണിയാണത്. സുന്നികളുടെ വോട്ട് വാങ്ങിയിട്ട് പോകുന്ന മന്ത്രിമാർ അത് ചെയ്യും, അതും ചെയ്യേണ്ടി വരും. പ്രധാനമന്ത്രിയുമായി ഈ രാജ്യത്തിന് ഒരു വനിതയാണ്, ഹിന്ദു സമൂഹം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു മതനിരപേക്ഷമായ ഒരു രാജ്യത്ത് ഉള്ള ഇത്തരം രാജ്യത്തിന് വിരുദ്ധമല്ലാത്ത സകല മൂവ്മെന്റുകളോടും നല്ല വാക്കുകൊണ്ടും നല്ല പ്രവർത്തനം സഹകരിക്കൽ ഈ രാജ്യത്തെ മുഖ്യമന്ത്രിയുടെ, പ്രധാനമന്ത്രിയുടെ, എല്ലാവരുടെയും കടമയാണ്. മൗലിക യോഗങ്ങളിൽ പങ്കെടുക്കാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തെയും മൗലിക നമ്മുടെ കഴിഞ്ഞ പ്രധാനമന്ത്രിമാർ മുഴുവനും പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് രാജ്യത്തിന് നന്മയാണ്. അതെങ്കിലും അത് എതിര് പറയാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ പറയാൻ ഇവർക്ക് ധൈര്യം വന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ചിലരെങ്കിലും അതിനാകെ ഒരു മറുപടി എന്ന പേരിൽ ഒരു 2 വാക്ക് പറഞ്ഞത് എന്റെ സഹോദരൻ അമീർ ബൈസൽ. അതേ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കുറച്ച് സമസ്തയുടെ ഉപ്പും ചോറും തിന്ന് സമസ്തയുടെ ഇതേ മക്ബറയിൽ മുണ്ടും പായും പിരിച്ച് പൈസ ഉണ്ടാക്കി മിണുങ്ങിയിട്ട് ബിരുദം വാങ്ങിയ ചില ബിരുദധാരികൾ അമീർ ബൈസയെ വരെ തോന്നി ഷാജിയുടെ കൂടെയാണ് അവർ. എന്തുകൊണ്ട്? അവർ സമസ്തക്കാരല്ലേ? സമസ്തക്കാരേ ആകൂ. തങ്ങളുടെ ആദർശം ഉണ്ടായ മനസ്സിലായോ എന്തുകൊണ്ടാണ് KM ഷാജി അത് പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായോ? മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച MLA XMLA. അപ്പം അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ ഭരണം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പിടിക്കും എന്ന് ഷാജി പറഞ്ഞതിനെ ഇവർ അംഗീകരിച്ചു. അതൊക്കെ. പക്ഷെ മക്ബറകളിൽ പോയി
തുണികൾ വിരിക്കരുത് എന്ന് പറഞ്ഞതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അത് മുസ്ലിങ്ങൾക്കെതിരാണ്. അത് മുസ്ലിങ്ങൾക്കെതിരാണ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വന്നാൽ മാത്രമേ ഞങ്ങളത് അംഗീകരിക്കൂ. മനസ്സിലായോ? UDF-നും LDF-നും മാറി മാറി വോട്ട് ചെയ്യുന്ന അമുസ്ലിങ്ങൾ കേൾക്കണം. KM ഷാജി പറഞ്ഞു. KM ഷാജി മരിച്ചു പോയവരുടെ എടുപ്പുകൾ ഉണ്ടാക്കി, കബറിന്റെ രൂപത്തില് ഒരു കല്ലറയുണ്ടാക്കി അതിനകത്തു പട്ടുവിരിക്കാൻ പോകരുത് എന്ന് KM ഷാജി പറഞ്ഞപ്പോൾ കാസിമിമാർ രംഗത്തിറങ്ങി പ്രതികരിച്ചുകൊണ്ട്. പക്ഷേ കേരളത്തിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉടനെ തന്നെ KM ഷാജി ദോശ തിരിച്ചിട്ടു. കാരണം മുസ്ലിങ്ങൾക്കു വേണ്ടി, മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടി, മുസ്ലിങ്ങൾക്കു വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ബാലൻസ്ഡായി. ഇനിയും നമ്മളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്ന ആളുകൾ ആർക്ക് വോട്ട് ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം എന്നൊന്ന് ചിന്തിച്ചു പോയിക്കോ. കാരണം നമ്മൾ തന്നെയാണല്ലോ നമ്മളുടെ പൗരാവകാശം, സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഇവനെയൊക്കെ അധികാര കസേരയിൽ കയറ്റിയിരുത്തുന്നത് നമ്മളാണല്ലോ. അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കണം. ഇപ്പോ LDF-നും UDF-നും വോട്ട് ചെയ്യുന്ന അമുസ്ലിങ്ങൾ കേൾക്കണം ഇത്, അവരറിയണം ഇത്, അവര് മനസ്സിലാക്കണം ഇത്. KM ഷാജി മുസ്ലിങ്ങളുടെ മാത്രം പ്രതിനിധിയാണെന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കോൺഗ്രസ് അധികാരം പിടിക്കേണ്ടതെന്നുമല്ലേ പറഞ്ഞത്? UDF ഭരണത്തിലുണ്ടായിരുന്നപ്പോഴെല്ലാം സർക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഭരിച്ചിരുന്നത് എന്നല്ലേ KM ഷാജി പറഞ്ഞത്? അത് തന്നെയല്ലേ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള മതവിഭാഗങ്ങളെ അംഗീകരിച്ചില്ല, പരിഗണിച്ചില്ല എന്ന് തന്നെയല്ലേ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. KM ഷാജി പറയുന്നത് വാസ്തവമാണ്. 1982 തുടങ്ങിയിട്ടുണ്ട് ആ പ്രീണനം. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മുസ്ലിം പള്ളികളിൽ ബാങ്ക് വിളിക്കുന്ന മൊല്ലയ്ക്കും മുക്രിക്കും അതിനുമൊക്കെ പണം കൊടുത്തു. ആദ്യമായി പൊതുഖജനാവിൽ നിന്ന് അവർക്ക് പെൻഷൻ അനുവദിച്ചു. പൂജാരിക്കില്ലാത്ത, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ക്രൈസ്തവ പുരോഹിതനില്ലാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവർക്ക് നൽകിയിട്ടുണ്ട്. അന്ന് 1000-ൽ അകത്ത് മാത്രം മദ്രസ 50,000-ആയി. കരുണാകരൻ തുടങ്ങി വെച്ചു. പിന്നീട് വന്ന സർക്കാരുകൾ അതങ്ങോട്ട് ഏറ്റുപിടിച്ചു. ഇന്ന് 5 ലക്ഷത്തിലേറെ മദ്രസാധ്യാപകർക്ക് പെൻഷനും ക്ഷേമനിധിയും ധനസഹായവും പലിശരഹിത വായ്പയും വിദ്യാഭ്യാസ സഹായവും മരണാനന്തര സഹായങ്ങളും എന്തെല്ലാമാണ് ഇവർക്ക് കിട്ടുന്ന. ചികിത്സാ സഹായം, മദ്രസ നവീകരണത്തിന്റെ ഗ്രാന്റ്, വാഹന വായ്പ, വിവാഹത്തിന്റെ വായ്പ എന്ന് വേണ്ട. പൂവ് ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെ നൽകി. അപ്പോ കോൺഗ്രസ് ഭരിച്ചതെല്ലാം മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് എത്ര വേണം തെളിവുകൾ? അപ്പോ ഇന്നും 1990-കൾ മുതൽ ഇന്നും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാ? ആർക്ക് വേണ്ടിയാ? നമ്മൾ കാണുന്നില്ല ഇതെല്ലാം. മെഡിക്കൽ കോളേജുകളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാലും സ്വാശ്രയ കോളേജുകളാണെങ്കിലും നോക്കിയാൽ മതി. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഒരു നിയമവും അവിടെ പ്രതിബന്ധമില്ല. മുഖം നോക്കി തന്നെ കൊടുത്തു, മതം നോക്കി തന്നെ കൊടുത്തു. വ്യവസായ വകുപ്പ് ഭരിച്ച മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ മുസ്ലിം സമുദായത്തിനു വേണ്ടി മാത്രമായിട്ട് എത്രയെത്ര പദ്ധതികളാണ് നടപ്പിലാക്കിയത്. വേറെ ഏതെങ്കിലും മതവിഭാഗത്തിന് തീർത്ഥാടനം ചെയ്യുന്നതിന് സബ്സിഡി ഉണ്ടോ? മുസ്ലിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ സബ്സിഡി ഉണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുമൊക്കെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹജ്ജ് ഹൗസുകൾ സ്ഥാപിച്ചു. പള്ളികൾ പണിയാൻ ഗ്രാന്റുകൾ നൽകി വാരിക്കോരി കൊടുത്തു, പൂക്കാലം കൊടുത്തു. പള്ളികൾ പുതുക്കി പണിയാൻ ഗ്രാന്റ്, പ്രത്യേകമായിട്ടുള്ള കെട്ടിടത്തിന് ഗ്രാന്റ്, കളക്ടറുടെ അധികാരവും മറികടന്ന് മുസ്ലിം പള്ളി പണിയാൻ പഞ്ചായത്തിന്റെ ലൈസൻസ് മതി എന്ന ഭേദഗതി കൊണ്ടുവന്നു. അതുകൊണ്ട് ഓരോ കിലോമീറ്ററിനകത്തും 4, 5, 10, 40 ഒക്കെ പള്ളികൾ വയ്ക്കാം. മലബാർ മേഖലയിലുള്ളത് ഓരോ കിലോമീറ്ററിനകത്ത് 5, 10 പള്ളികളാ. ആരെങ്കിലും മിണ്ടുമോ? മതേതരന്മാര് മിണ്ടുമോ? സെക്യുലറിസ്റ്റുകൾ മിണ്ടുമോ? ഇല്ല. എഴുത്തുകാർ, നവോത്ഥാന ചിന്താഗതിക്കാരും മിണ്ട. മുസ്ലിം വോട്ട് ബാങ്കാണ് ഇവർക്ക് ലക്ഷ്യം. മുസ്ലിങ്ങളെ പ്രീണിപ്പെടുത്തി അവരുടെ വോട്ട് തട്ടിയെടുത്ത് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി UDF ഇത് ചെയ്യുമ്പോൾ LDF മിണ്ടാതിരിക്കണോ?
UDF ചെയ്തതിനേക്കാൾ ഒരു പടി മുമ്പേ ഓടുന്ന UDFന് ഒരു മുഴം മുമ്പേ എറിഞ്ഞു LDF ആനുകൂല്യങ്ങൾ കവച്ചു വെച്ചു. മുസ്ലിം സമുദായത്തിന് പിന്നീട് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല. ആനുകൂല്യങ്ങൾ കൈവെള്ളയിൽ കൊണ്ടുകൊടുത്തു. വോട്ട് ബാങ്ക് രാഷ്ട്രീയം സമ്മർദ്ദത്തിലാക്കി എല്ലാ നേട്ടങ്ങളും മുസ്ലിം സമുദായത്തിന് നേടിക്കൊടുക്കാൻ UDFും LDFും മത്സരിച്ചു. അധികാരത്തിൽ നിന്ന് ഇവരെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ നാട്ടിൽ മതേതരന്മാരുണ്ടാകില്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ടാകില്ല. UDFന്റെ ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം, KM ഷാജി. മുസ്ലിം സമുദായത്തിന് സ്കൂളുകൾ വേണം, കോളേജുകൾ വേണം, അതൊക്കെ വാങ്ങിക്കൊടുക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്ന്. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് മുസ്ലിം സമുദായത്തിന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുമെന്ന് ഏതെങ്കിലും മതേതര സിംഹങ്ങൾ KM ഷാജിയുടെ ഈ പ്രസ്താവനയെ എതിർത്ത് തന്റെ അഭിപ്രായം പറഞ്ഞു രംഗത്ത് വന്നു. എന്തേ പേടിയാ? നമ്മുടെ കപട മതേതരത്വം തകർന്നു പോയാലോ അല്ലെ? നമുക്ക് ഈ മുസ്ലിങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ വിഷയത്തെ എതിർത്താൽ അവര് നമ്മളെ എങ്ങനെ കാണും അല്ലെ? അവര് നമ്മളെ എന്ത് വിചാരിക്കും അല്ലെ? നമ്മുടെ 916 മതേതരത്വം ഒന്ന് തെളിയിക്കണമെങ്കിൽ തൽക്കാലം നമുക്ക് ആ രൂപത്തിൽ ഒരു മതേതരനായല്ലേ പറ്റൂ. പക്ഷേ മുസ്ലിങ്ങൾക്കു വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അംഗീകരിച്ച മുസ്ലിങ്ങൾ നിങ്ങൾ ദർഗകളിൽ പോയി പട്ടുവിരിക്കാൻ പോകരുത് എന്ന് പറഞ്ഞപ്പോൾ KM ഷാജിയെ കിണ്ടിയെടുത്ത് പുറത്തിട്ടു. സമസ്തക്കാരനാവും, അല്ലാതെ ഇംഗ്ലീഷ് മീഡിയം നടത്തിയോണ്ട് സമസ്തക്കാരനാവൂല. അല്ലാതെ കോളേജ് ഏത് കോളേജിന്റെയും അടിസ്ഥാനം അത് സമസ്തയുടേതാണെങ്കിൽ അവരുടെ ആദർശം മുല്ലക്കോയ തങ്ങളുടെ ആദർശം ആയിരിക്കണം. എല്ലാ മുല്ലക്കോയ തങ്ങളുടെ ആദർശം വഹാബിസത്തിന് എതിരെ ആയുധം കയറ്റി താഴെ വെക്കാതെ യുദ്ധം ചെയ്യുക, മരിക്കുന്നത് വരെ. അതാണ് പാലക്കാരൻ ചെയ്തത്, അതാണ് എല്ലാവരും ചെയ്തത്. അത് ചെയ്യാത്തവൻ സമസ്തയല്ല. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, ഇത് പട്ടിക്കാൽ ജാമ്യ ന്യൂജം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അതൊക്കെ ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. ഇത് ഉണ്ടാക്കിയത് ജാമ്യ ന്യൂജം ഉണ്ടാക്കാൻ വേണ്ടിയോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഒന്നല്ല, മദ്രസ ഉണ്ടാക്കാനല്ല. ഇത് 1-ാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല, ഇത് 2-ാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല, ഇത് 10-ാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല, ഇത് 25-ാം കൊല്ലം മദ്രസ ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കുന്നത് വഹാബിസത്തിനെ സകല ശക്തി ഉപയോഗിച്ച് പ്രതിരോധിച്ചു. പിന്നീടുള്ളവർ പ്രതിരോധിക്കാൻ വേണ്ടി മദ്രസ ഉണ്ടാക്കി, കോളേജ് ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അപ്പൊ ഇവരുടെ എല്ലാവരും ബാധ്യത എന്താണ്? വഹാബിസത്തെ പ്രതിരോധിക്കുക. അത് പ്രതിരോധിക്കാൻ കഴിയാത്തവർ മുല്ലക്കോയത്തെ കൂടെ ആളും കേരളത്തിലെ ഒരു XML മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് KM ഷാജി, ഞാൻ തന്നെ പറയാം, KM ഷാജി ഈ അടുത്ത ദിവസം മന്ത്രിമാര് മക്ബറകളിൽ തുണി വിരിക്കാൻ പോകരുത്, ആയ വിരിക്കാൻ പോകരുത് എന്ന്. പിന്നെ എന്തിനാണോ പോകേണ്ടത്? സുന്നികൾ ചെയ്യുന്ന പണിയാണല്ലോ. സുന്നികളുടെ വോട്ട് വാങ്ങിട്ട് പോകുന്ന മന്ത്രിമാർ അത് ചെയ്യും. കണ്ടോ? അതുകൊണ്ട് ഇവരെ എതിർക്കാൻ പറ്റുമോ? പ്രത്യക്ഷമായോ പരോക്ഷമായോ എതിർക്കാൻ പറ്റില്ല. ഇനിയും ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനെയും കണ്ണടച്ച് അനുകൂലിക്കുക എന്നത് ഇവരുടെ ധർമ്മമാണ് എന്നാണ് ഇവര് പഠിപ്പിക്കുന്നത്. ഇവരെ എതിർക്കാൻ പാടില്ല. ഇവരെ ഒരു രൂപത്തിലും ഇവര് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറയരുത്. അങ്ങനെ പറഞ്ഞാൽ മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും അവര് പുറത്താ. KM ഷാജിയുടെ പ്രസംഗം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അയിഞ്ഞാട്ട വജഹത്ത് ഒരു കാര്യം ആദ്യം മലയാളം ഒന്ന് തെറ്റില്ലാതെ എഴുതാൻ പാച്ചിട്ട് വാ ചെല്ലേ, എന്നിട്ട് വന്ന് കമന്റ് ഉണ്ടാക്കാം. ചെല്ലേ, അക്ഷരത്തെറ്റില്ലാതെ എനിക്ക് പിടിക്കത്തില്ല. ശരി. എന്ത് ഇവൻ എഴുതിയേക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് എഴുതിയേക്കുന്നത്? അക്ഷരം കൂട്ടി എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ടീം വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ പാപ്പിച്ചാൻ വരിക. ആദ്യം പോയിട്ടേ മലയാളം എഴുതാൻ പാച്ച് ചെല്ലേ, എന്നിട്ട് വാ. നാണമില്ലേ നിനക്കൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ? നാണവും മാനവും ഇല്ലേ നിനക്കൊക്കെ?
കണ്ടില്ലല്ലോ അത്. കെ എം ഷാജി പറഞ്ഞ് നമ്മളെല്ലാരും കേട്ടല്ലോ അല്ലേ? അയ്യോ, ആർക്കാ കാണേണ്ടത്? പൊന്നാനി എന്ന് കേട്ടിട്ടുണ്ട് മക്കളെ? 1 കിലോമീറ്ററിനകത്ത് 40 പള്ളികളുണ്ട്. 40 വലിയ പള്ളിയും 1 ചെറിയ പള്ളിയും. 40 പള്ളി. 1 കിലോമീറ്റർ മൊത്തം പള്ളികള്. മത്തിയടുക്കിയ പോലെ പള്ളികള്. എത്രയാ വേണ്ടത്? ശബ്ദ മലിനീകരണം 5 നേരവും. അവന്മാര് സമ്മതിച്ചു തരുമോ? അപ്പൊ ഇങ്ങനെ ഇവർക്ക് യഥേഷ്ടം സ്വൈരമായി വിഹരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനു വേണ്ടിയാണ് കെ എം ഷാജി ഇനിയും കേരളത്തിന്റെ അധികാരം പിടിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത്. വളരെ നല്ലത്. കേരളത്തിലെ മതേതര കക്ഷികൾ, മതേതര വിശ്വാസികൾ തീരുമാനിക്കണം. കേരളത്തിലെ മതേതര വിശ്വാസികൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആളെ നോക്കണമെന്ന്, പാർട്ടി നോക്കണമെന്ന്. അതൊക്കെയാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്ന സന്ദേശങ്ങൾ. ഇന്ന് ജനങ്ങൾക്ക് നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് മാത്രമല്ല, ജനങ്ങൾ ഇന്ന് പ്രതികരിക്കാൻ പഠിച്ചിട്ടുണ്ട്. നല്ല ജീവ കൊടുത്തവനെ സ്നേഹിച്ചു. പക്ഷെ അവന് മതമായിരുന്നു, അവന്റെ മതം മാത്രം നോക്കുള്ളൂ. എന്റെ കൊച്ചിന് നോക്കിയതാണ്. ഹിന്ദു ഇല്ലെങ്കിലും ക്രിസ്ത്യാനി ഇല്ലെങ്കിലും മുസ്ലിം ഇല്ലെങ്കിലും ഇവിടെ ഈ ലോകത്ത് അതിസുന്ദരമായിട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റും. ഈ മനുഷ്യപ്പറ്റില്ലായ്മയും മതം തലയ്ക്ക് പിടിച്ചവന്മാരുണ്ടായി കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രേമിക്കുന്ന മച്ചാന്മാരോടും മച്ചാത്തിമാരോടും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ വക പരിപാടിക്ക് ഇറങ്ങി തിരിക്കത്തിട്ടാ. അണ്ടിക്ക് ഉറപ്പ് ആംബിയർ ഇല്ലാത്തവന്മാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ലേ പ്രേമം. വീട്ടുകാരെ എതിർക്കും, പള്ളിക്കാരെ എതിർക്കും, അമ്പലക്കാരെ എതിർക്കും, പാതിരമാരെ എതിർക്കും. അങ്ങനെ പലരുടെ എതിർപ്പുണ്ടാവും. ആ സ്ത്രീ ഭർത്താവ് വെച്ചിട്ട് 3 മാസമായിട്ടുള്ളൂ. ഇപ്പൊ സ്വന്തം മോളും പോയി. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെയൊക്കെ ചുറ്റുപാട്, നമ്മുടെയൊക്കെ കുടുംബത്താണ് ഇതുണ്ടെന്ന് വെച്ചെങ്കിൽ എന്തായിരിക്കും? ഇവിടെ എതിർപ്പുകൾ ഉണ്ടാവും. അതിന് പറ്റില്ലെങ്കിൽ പരിപാടിക്ക് പോണ്ടാന്ന്, വേറെ വല്ല പണിക്കും പൊക്കോളി. നിങ്ങള് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടില്ല. അവരുടെ വിശ്വാസത്തിൽ നിന്നിട്ട് അവരെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം. അതിനൊരാൾ കൂടെ എതിർപ്പൊന്നും പറയില്ല. ഈ കേരളത്തില്, ലോകത്തില് പറയില്ല. ഇത്ര ഉറപ്പില്ലാത്തവന്മാരൊന്നും ഈ പരിപാടിക്ക് പോവരുത്. സ്നേഹിച്ച പെണ്ണ് നമ്മുടെ മതത്തിലേക്ക് വന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ എന്താ? പ്രേമിക്കുമ്പോ എന്തായിരുന്നു ഈ ബോധം ഉണ്ടായിരുന്നില്ല തലയിലേക്ക്? ആ പെൺകുട്ടി എന്റെ മതത്തിലുള്ളതല്ല, അന്യ മതത്തിലുള്ളതാണെന്ന് പ്രേമിക്കുമ്പോ ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിക്കുന്ന സമയത്തേക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര കാലം കൂടെ കൊണ്ടു നടക്കുമ്പോ ഉണ്ടായിരുന്നില്ല. ഇതിനൊന്നും പറ്റാത്തവന്മാര് ഈ പരിപാടിക്ക് പോവരുതിട്ടാ. കാര്യമായിട്ട് പറയാ. അതിന് പറ്റില്ലെങ്കിൽ പരിപാടിക്ക് പോവേണ്ട. ആണായാലും പെണ്ണായാലും സ്വന്തമായിട്ടൊരു നിലപാടെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അന്യ മതത്തിൽ നിന്നും അന്യ ജാതിയിൽ നിന്നൊക്കെ കല്യാണം കഴിക്കലും പ്രേമിക്കലൊക്കെ. അതിന് പറ്റാത്തവരൊന്നും ഇതിന് പോകണ്ടതാ. ഒറ്റയ്ക്ക് ജീവിച്ചോളി, അതാ നല്ലത്. കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ പെൺകുട്ടിയുടെ അമ്മയുടെ വാക്കുകളാണ് നമ്മൾ ആദ്യം ജീവ കൊടുത്തവനെ കണ്ടില്ലേ? നമ്മളത് കണ്ടതാണ്. അപ്പോ ഈ പയ്യനെ ഈ പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. മതം മാറാമെന്നും പറഞ്ഞു. ഒടുവിൽ റനീസ് എന്നാണെന്ന് തോന്നുന്നു ഇവന്റെ പേര്. അപ്പോൾ ഇവൻ പിന്നീട് പല രൂപത്തിലും ഇമ്മോറൽ ട്രാഫിക്കിനൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ മതം മാറണ്ട, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പയ്യൻ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോയി വീട്ടിനകത്ത് കൂട്ടിയിട്ട് പീഡിപ്പിച്ചു. നല്ല രൂപത്തിൽ ഇവനും ഇവന്റെ കുടുംബക്കാര്, കൂട്ടുകാര് എല്ലാരും കൂടി പീഡിപ്പിച്ച് ഒടുവിൽ ഈ പെൺകുട്ടി വന്നൊരു കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. രക്ഷയില്ലാതെ വന്നു. വേറെ വഴിയില്ല. ആർക്കാ നഷ്ടം? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അവസാനം ആ അമ്മ വന്ന് കരയാണ്. എൻ്റെ മോള് ജീവൻ കൊടുത്ത് പ്രണയിച്ചു. അതെ, ഈ മതത്തിന്റെ തീവ്രത എന്താണെന്നും അണ്ടിക്കുറപ്പില്ലാത്ത തെണ്ടികൾ പ്രണയക്കുടുക്കിലകപ്പെടുത്തി അമുസ്ലിം പെൺകുട്ടികളുടെ ജീവൻ അപഹരിക്കുന്നതിന്റെ രീതികളെയും ഇന്ന് കൃത്യമായും ആളുകൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ പഠിച്ചിരിക്കും. ഇതൊരു നല്ല ലക്ഷണമാണ്. അങ്ങനെയുള്ള ആളുകൾ പ്രേമിക്കാൻ പോകരുത്. അതുപോലെ പിന്നെ കോതമംഗലത്ത്, ഇത് കോതമംഗലത്ത്, മറ്റത് കൊട്ടാരക്കരയിൽ.
കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടി ഇതുപോലൊരു പയ്യനെ പ്രേമിച്ചു. ഷെഹീൻ ഷാ എന്ന് കണ്ടിട്ടുണ്ട് ആ ചെറുക്കൻ്റെ പേര്. ആ ചെറുക്കൻ ഈ പെൺകുട്ടിയെ മതം മാറണമെന്ന് പറഞ്ഞു. എനിക്ക് മതം മാറാൻ തയ്യാറല്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ഒടുവിൽ ആ പയ്യൻ ആത്മഹത്യ ചെയ്യാൻ പോയി. ഈ പെൺകുട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവരെ സമീപിക്കുന്നു, കാര്യങ്ങൾ തുറന്നു പറയുന്നു, കേസാകുന്നു, പ്രശ്നമാകുന്നു. ഇങ്ങനെയുള്ള ആളുകൾ എന്തിനാണെന്നേ പ്രേമിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഇന്ന് ഈ മത തീവ്രത എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. 2-3 ദിവസം മുമ്പ് ഒരു മറുനാടൻ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി. പിന്നെ ഒരു പെണ്ണും അതുപോലെ പെണ്ണിന്റെ പയ്യനുമുണ്ട് കൂടെ തന്നെ. അത് ഹിന്ദു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ പയ്യൻ കല്യാണം കഴിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. അതിന്റെ പേരിൽ ആ വീട്ടിനകത്ത് ആ പെണ്ണ് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, അനിയൻ ഇവരുടെ ബെഡ്റൂമിൽ വരെ ക്യാമറ വെച്ചിരിക്കുകയാണ്. ഇത് അന്യമതസ്ഥയായി പോയി എന്നതിന്റെ പേരിലാണ് ഈ രൂപത്തിൽ മാനസികമായും സാമ്പത്തികമായും പീഡിപ്പിക്കുന്നത് എന്ന് മറക്കരുത്. അപ്പൊ ആരാണ്? ആ പെണ്ണിന്റെ പേരാണ് സോന എൽദോസ്, അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു. അപ്പോ സത്യത്തിൽ ഈ അമ്മ പറയാ, എന്റെ മകള് ജീവൻ കൊടുത്ത് സ്നേഹിച്ചു എന്ന് പറഞ്ഞ് അവന് വേണ്ടി ജീവൻ കൊടുത്ത അമ്മയുടെ ആ വാക്ക് കേട്ടപ്പോഴുണ്ടല്ലോ, അക്ഷരാർത്ഥത്തില് നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകും. കാരണം കേരള സ്റ്റോറി എന്ന സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന പെൺകുട്ടിക്ക് പുറമെ മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ടായിരുന്നത് ഗീതാഞ്ജലി മേനോൻ. ആ കഥാപാത്രം അതിനകത്ത് കൃത്യമായിട്ട് എന്താണോ നടന്നത് അതാണ് ആ സിനിമയ്ക്കകത്ത് ചിത്രീകരിക്കുന്നത്. ആ കഥാപാത്രത്തിന് സംഭവിച്ചത് എന്തോ അത് തന്നെയാണ് ഇവിടെ ഈ സോന എൽദോസ് എന്ന പെൺകുട്ടിക്കും സംഭവിച്ചത്. അപ്പൊ ഈ സോനയ്ക്ക് സംഭവിച്ചപ്പോഴാണ് ആ സിനിമയുടെ ഒറിജിനാലിറ്റി എന്തായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. ഇപ്പൊ ഗീതാഞ്ജലി എങ്ങനെയാണോ ഇവരുടെ ട്രാപ്പിനകത്ത് വീണത് ആ സിനിമയ്ക്കകത്ത്, അക്ഷരാർത്ഥത്തിൽ അതേ രൂപത്തിൽ തന്നെയാണ് സോന എൽദോസ് റമീസ് എന്ന തീവ്രവാദിയുടെ ജിഹാദിയുടെ വലയ്ക്കകത്ത് വീണത്. സോനയോട് റമീസും കുടുംബവും എന്ത് ചെയ്തു അത് തന്നെയാണ് ആ സിനിമയ്ക്കകത്ത് ഗീതാഞ്ജലിയുടെ കഥാപാത്രത്തോട് വില്ലന്മാരും ചെയ്തത്. എത്ര ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയിലൂടെ പുറത്തു വന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ഒടുവില് ആ ഗീതാഞ്ജലി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുക. ഇവിടെ സോന എൽദോസ് എന്ന പെൺകുട്ടി ഇത് തന്നെയാണ് ചെയ്തത്. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും നമ്മൾ തൊള്ളകീറി ഈ സത്യങ്ങൾ നിർഭയം വിളിച്ചു പറഞ്ഞിട്ടും കേരള സ്റ്റോറി എന്ന സിനിമ ഒരു പ്രൊപ്പഗണ്ടയാണ് എന്ന് വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു അനുഭവം വരുന്നതുവരെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യം. അവരവന്റെ കുടുംബത്തിൽ വന്നാലല്ലേ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും അതിന്റെ വേദനയുടെ ആഴവും പരപ്പും എത്രയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. അതുവരെ നിങ്ങൾക്കത് വിശ്വസിക്കാമല്ലോ, പ്രശ്നമില്ലല്ലോ. അപ്പൊ ഈ സോന എൽദോസ് എന്ന പെൺകുട്ടിയുടെ വിഷയം നമ്മൾ ഇത്ര കണ്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഇനിയെങ്കിലും ഈ മുറിയന്മാരുടെ വലയിൽ, ഈ തുമ്പൻ സ്ട്രീമിന്റെ വലയിൽ പെൺകുട്ടികൾ അകപ്പെടരുത് എന്നതുകൊണ്ടാണ്. ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് എന്ന ഒരു ഗ്രൂപ്പില് ഒരു ഗൂഗിളില് ഈ റമീസ് എന്ന പയ്യൻ സെർച്ച് ചെയ്ത് നോക്കിയേക്കുവാണ്, ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ്. അതിനകത്തും ഇവനുണ്ട് എന്ന് എന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. റമീസ അനാശാസ്യത്തിന് പിടിക്കപ്പെട്ടു എന്ന് ഈ സോന മനസ്സിലാക്കുന്നു. പിന്നീട് ഈ പെൺകുട്ടി തന്നെ റമീസിന്റെ വീട്ടിൽ വന്നിട്ട് ഈ പയ്യൻ ഇങ്ങനത്തെ ക്യാരക്ടർ ഉണ്ട് എന്ന് വാപ്പയെ അറിയിക്കും. മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ എന്ന് റമീസും റമീസിന്റെ മാതാപിതാക്കളും ഈ പെൺകുട്ടിയെ അറിയിക്കുന്നു. അങ്ങനെ ഈ പെൺകുട്ടി അതിന് തയ്യാറാകുന്നില്ല, വീട്ടിനകത്ത് പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നു. അങ്ങനെ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്തിനെയും ഒക്കെ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ NIA ആണ് ഈ കേസ് അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് കുടുംബം മുന്നോട്ട് വരികയും ചെയ്തു. ഇപ്പോ ആ കേസിന്റെ പിന്നാമ്പുറത്ത് നമ്മൾ ആരെങ്കിലും പോകുന്നുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ പോകുന്നുണ്ടോ? അതിന്റെ ആയുസ് ഇത്രക്കിത്ര ദിവസങ്ങൾ മാത്രം. ഇത്രക്കിത്ര ദിവസം മാത്രമേ ഒരു വാർത്തയുടെ ആയുസ്. അത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വാർത്തകളുടെ പിന്നാമ്പുറത്തേക്ക് പോകും. ആ വാർത്തയുടെ അപ്ഡേഷനിലേക്ക് നമ്മൾ പോകത്തില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും അടുത്ത പെൺകുട്ടി ഇതുപോലെയുള്ള വലയിൽ വീഴും. വല വിരിച്ച് മുറിയന്മാര് കാത്തിരിക്കുകയും ചെയ്യും. കാരണം ഒരു അമുസ്ലിം പെൺകുട്ടിയെ എങ്ങനെയാണ് വീഴ്ത്തേണ്ടത് എന്ന് കൃത്യമായി കോച്ചിങ് കിട്ടുന്ന പയ്യന്മാരാണ് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒന്നും അറിയാതെ വാവളപ്പി പെൺകുട്ടികൾ അണ്ടിക്കണ്ണും തള്ളിപ്പോയി വീഴും. പിന്നീട്
അതിനകത്ത് കിടന്ന് കയ്യും കാലും ഇട്ടടിക്കും. ഒടുവില് വേണ്ടപ്പെട്ടത് പ്രിയപ്പെട്ടതെല്ലാം അവന്മാരുടെ മുമ്പിൽ കാൽക്കീഴിൽ കൊണ്ടുപോയി കാഴ്ചവെച്ചിട്ടുണ്ടാകും. അവന്മാരതൊക്കെ പിടിച്ച് വിഷ്വൽ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പേടിച്ചു ഭയന്ന് ആരോടും പറയാതെ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും, അതല്ലെങ്കിൽ അവന്റെ കൂടെ ശിഷ്ടകാലം പീഡിപ്പിക്കപ്പെട്ട് ജീവിക്കാൻ തയ്യാറെടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും അങ്ങനെ ആരെങ്കിലും അകപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ പറ്റാതെ ഇരിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ടവരെ വിവരമറിയിച്ച് രക്ഷപ്പെട്ടു വരിക എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാൻ. SFIയുടെ സമ്മേളനത്തിൽ നിസ്കാര പായ വിതരണം ചെയ്തിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ CPIM-ന്? ആ SFIയുടെ സമ്മേളനത്തിൽ മറ കെട്ടിയിരുത്തി പ്രതിനിധികളെ നിഷേധിക്കാൻ പറ്റുമോ CPIM-ന്? അപ്പൊ നിങ്ങൾ തരാതരം പോലെ പ്രീണിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? ആ പ്രീണനത്തിലൂടെ വളർന്നു വരുന്ന ആൾക്കാർ ഉയർത്തുന്ന ഒരാവശ്യത്തോടും നിങ്ങൾക്ക് മുഖം കെട്ടി നിൽക്കാൻ പറ്റില്ല. എന്തായാലും ഇവിടെ ജാനകി എന്ന പേരോ രാമൻ എന്നുള്ള പേരോ കൃഷ്ണനായാലും ഇവിടെ തന്നെയാണ് മുമ്പ് പറഞ്ഞ മുഹമ്മദ്, ആ പേരുകളൊന്നും ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് പറയാൻ ആർജവത്തോടു കൂടി നമ്മൾ ഇപ്പോ ഈ ഒരു പെൺകുട്ടി തട്ടമിട്ടതുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം 2 ദിവസം മുടക്കിയിടേണ്ടുന്ന സാഹചര്യം നമ്മുടെ ഈ കേരളക്കരയിൽ ഉണ്ടാകും. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന നയമാണ് മതേതര സർക്കാരുകൾ സ്വീകരിക്കുന്നതെങ്കിൽ നമ്മുടെ നാടിന്റെ അധോഗതി ഇതിലും കൂടുതലായിരിക്കാനല്ലേ സാധ്യതയുള്ളൂ. ഇതിനപ്പുറം നമ്മൾ എന്ത് പ്രതീക്ഷിക്കാനാണ്? മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ആശയവും ആദർശവും ഒരു നിലപാടും സ്വീകരിക്കേണ്ടുന്ന സർക്കാരുകൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി അവർക്ക് അനുകൂലമായി അവരെ സുഖിപ്പിക്കുന്ന നയങ്ങൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഇത് തുറന്നു പറയേണ്ടി വരും. നമ്മൾ തയ്യാറാകണം. ഞാൻ അടക്കമാണ് രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണമെന്ന് തന്നെയാണ് എന്റെ പറഞ്ഞത്. ഞാനത് ഉറക്കെ പറയുന്ന ഒരാൾ കൂടി തന്നെയാണ്. കാരണം മുഹമ്മദ് എന്റെ പേരെഴുതി കൈവെട്ടിയപ്പോൾ എന്താ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത്? അല്ലേ, മുഹമ്മദ് എന്ന് എഴുതാൻ പാടില്ല, യേശു പിഴച്ചുപറ്റ സന്തതിയാണെന്ന് പറയാം, ഇവർക്ക് കുഴപ്പമില്ല. അമ്പലങ്ങളും ക്ഷേത്രങ്ങളും വേശ്യാലയങ്ങളാണ് എന്നിവർക്ക് പറയാൻ കുഴപ്പമില്ല. സുന തുണി പൊക്കി സുനയിൽ നിന്നൊരു മുടി പറിച്ച് തുളസിത്തറയിലിട്ട് ചവിട്ടി തേക്കാൻ ഇവർക്ക് കുഴപ്പമില്ല. പക്ഷേ മുഹമ്മദ് നബിക്ക് മാത്രമാണോ മുഹമ്മദ് എന്ന പേരുള്ളത്? മുഹമ്മദ് എന്ന് ചോദ്യപേപ്പറിൽ എഴുതിയപ്പോഴേക്ക് കുരു പൊട്ടി ഒലിച്ച ഒരു വിഭാഗം, അതെന്താ നമുക്ക് മാത്രം കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ഉണ്ടോ? മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല, എഴുതാൻ പാടില്ല, മറ്റെല്ലാ മതങ്ങളെയും ഇവർക്ക് ചവിട്ടിത്തേക്കാം, ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല. അതിനത് പാകിസ്ഥാൻ അല്ലല്ലോ സുഹൃത്തെ. പൗരന്മാരെ പറ്റി അല്ല അദ്ദേഹത്തിന് ആശങ്ക, ആ അധ്യാപകൻ അവധാനത കാണിക്കണമായിരുന്നു എന്ന് കാവ്യ രീതിയിൽ പ്രതികരിച്ച ആളാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. മഠയനായ വ്യക്തിയാണ് ജോസഫ് മാഷ് എന്നായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത്. സഭയും സർക്കാരും വരെ അദ്ദേഹത്തെ കൈവിട്ട് കളഞ്ഞപ്പോൾ മുസ്ലിം തീവ്രവാദികൾക്ക് അദ്ദേഹത്തിന്റെ കൈയും കാലും എടുക്കാൻ എളുപ്പമായി. വിദ്യാഭ്യാസ സ്ഥാപനമോ അത് നിയന്ത്രിച്ച സഭയോ അങ്ങനെയുള്ള നേതൃത്വമാണ് ഇവർക്കൊക്കെ വളം വെച്ച് കൊടുത്തത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അറിയാം, ഈ ഭാരതമാതാവ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഒരു രാഷ്ട്രീയ വിവാദത്തിനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ടൂൾ ആണെങ്കിൽ ഉത്തരേന്ത്യയെ സംബന്ധിച്ചത് അങ്ങനെയല്ല. അത് അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായുള്ള ഒരു സാധനത്തെ അവിടെ വെച്ച് വിവാദമാകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനും രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അത് അങ്ങനെ ആയി പോയതാണെന്നാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. ആ ഭാരതമാതാവിന്റെ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത, അത് സംഘപരിവാർ സംഘം പ്രത്യേകിച്ച് RSS ഉപയോഗിക്കുന്ന അവരുടെ ഒരു ചിഹ്നമാണ്, ആരാധനാമൂർത്തിയാണ്. അപ്പോൾ അത് ഒരു സംഘപരിവാർ ചിഹ്നത്തെ സംഘപരിവാർ ആശയങ്ങളോട് അടുത്ത് നിന്നിരുന്ന താൻ എന്ന് തുറന്നു പറയുന്ന ഒരു ഗവർണർ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന ഔദ്യോഗിക സ്ഥലത്തേക്ക് അതിനെ പ്രതിഷ്ഠിക്കുകയും അത് ആരാധിക്കുകയും അത് ആരാധിക്കേണ്ടതാണെന്ന് പറയുകയും ചെയ്യുന്നതിൽ അനവധിയാണ് പ്രശ്നം. ഇപ്പൊ കാവി പതാക എന്നതൊന്നും നമുക്ക് അറിയുന്നത് പോലെ RSS 925 ഉണ്ടാകും. 1925 ശേഷം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായ വലിയ സംഭവവികാസമൊന്നും അല്ല കാവി എന്ന് പറഞ്ഞാൽ, കാവി പതാക എന്ന് പറഞ്ഞാൽ. ഗാനി ബെസ്റ്റ് അവരുടെ വിഖ്യാതമായ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം അവരുടെ കൺസെപ്റ്റാണ്, ഓരോ രാജ്യങ്ങൾക്ക് ഓരോ വാക്കുകളെ നൽകിയെന്നാണ് പറയുന്നത്. അത് ഗ്രീസിന് കൊടുത്ത വാക്ക് ബ്യൂട്ടിയായി, ഈജിപ്തിന് കൊടുത്തത് ലോ ആയിരുന്നു. അപ്പൊ എന്താണ് ഭാരതത്തിന് കൊടുത്ത വാക്ക് എന്ന് പറഞ്ഞിട്ട് ആനിബസിന് പറയുന്നത് ധർമ്മ എന്ന വാക്കാണ് ഭാരതത്തിന് കൊടുത്തതെന്ന് പറയും. അപ്പൊ നമ്മളുടെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ നാടിന്റെ ആധ്യാത്മികതയാണല്ലോ നമ്മുടെ പ്രത്യേകത. ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനും ഇല്ലാത്ത പ്രത്യേകതയുള്ള രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ ആധ്യാത്മികതയുടെ പ്രതീകമാണ് കാവി. ഇപ്പോൾ ഈ ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം അല്ലെ, അതൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ ഒരാൾക്ക് വിശ്വസിക്കാം, ആരാധിക്കാം. പക്ഷെ ആ സങ്കല്പത്തെ അവതരിപ്പിക്കുമ്പോൾ അത് ഭാരതമാതാവ് എന്ന് പറയുന്ന 1905 അപൂറിന്റെ രചനയിൽ നിന്ന് അല്ലെങ്കിൽ രേഖാചിത്രത്തിന്റെ വ്യത്യസ്തമാണ്, ആശയപരമായി വ്യത്യസ്തമാണ്, ബിംബങ്ങളിൽ വ്യത്യസ്തമാണ്. അതിന്റെ ഉദ്ദേശിക്കുകയാണ് ചോദിക്കുന്നത്. ആ കാവ്യം ആ ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പത്തെ RSS സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെങ്ങനെ ആര് സൃഷ്ടിച്ചതാണ്? എന്താണ് അതിന്റെ ഓറിജിൻ? അല്ല, അത് RSS സൃഷ്ടിച്ചതല്ല. ഭാരതം അഖണ്ഡമായി നിൽക്കണം എന്നുള്ളത് RSSന്റെ മാത്രം സത്യമാണ്. എന്റെ ചോദ്യം തീർച്ചയായിട്ടും വേണമല്ലോ. ഇന്ത്യയും പാകിസ്ഥാനും ഒന്നാകാതിരിക്കാൻ സാധ്യമല്ല.
കൾച്ചറലി അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നാം രവീന്ദ്രനാഥ ടാഗോറിന്റെ ജനഗണമന പാടാറില്ല, എല്ലായിടത്തും പാടാറില്ലേ? അതിൽ സിന്ധു എവിടെ നിന്ന്? അതിൽ സിന്ധു സിന്ധു എവിടെയാണ്? പാകിസ്ഥാനിലാണ് ഇന്നത്തെ അഖണ്ഡ ഭാരതത്തിലെ സിന്ധാണ്. ഏതെങ്കിലും എവിടെ ഉടലെടുത്തത്? സിന്ധുവിന്റെ തീരത്താണ്. സിന്ധു എവിടെയാണ്? ലാഹോറിലാണ് അല്ലെ? ലാഹോർ എന്ന് പറയുന്ന നഗരം പോലും ലെവനിൽ നിന്നുണ്ടായതാണെന്നാണ് പറയുന്നത്. ലെവൻസന്മാരിലെ ലെവന്റെ പേരിലാണ് ലാഹോർ എന്ന് പറയപ്പെടുന്നു. ഈ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. ഈ രാജ്യത്തിന്റെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഗവർണർ അദ്ദേഹത്തിന്റെ കടമകൾ നിറവേറ്റാനിരിക്കുന്ന പദവിയിൽ 47 മുമ്പ് നമുക്ക് സംസ്കാരമുണ്ട്. എന്റെ വിശ്വാസത്തെ, എന്റെ സംസ്കാരത്തെ ഞാൻ വന്ദിക്കും. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ആ പദവിയിൽ നിങ്ങൾ പറയുന്നു. ഭാരതത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഊട്ടി ഉറപ്പിക്കാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം. ആ ഭാരതത്തിന്റെ അഖണ്ഡതയുടെ ഭാഗമാണ് അഖണ്ഡ ഭാരത സങ്കല്പം എന്നുള്ളത്. ഈ രാഷ്ട്രത്തിന്റെ ഭാരതത്തിന്റെ ഐക്യം അഖണ്ഡത ഊട്ടി ഉറപ്പിക്കാൻ ആദ്യത്തെ ആവശ്യം നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനുള്ളത്, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ളത്. അതിനപ്പുറത്തേക്കുള്ള ചിഹ്നങ്ങളെയും സങ്കല്പങ്ങളെയും ഞാൻ എന്റെ ഭരണഘടനാ പദവിക്ക് മുമ്പിൽ പ്രതിഷ്ഠിക്കും, ആരാധിക്കും എന്ന് പറയുന്നതാണോ? അതിനപ്പുറത്തേക്ക് ആര് പറഞ്ഞു? ഇപ്പൊ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ 3ാമത്തെ പേജിൽ തന്നെ നിങ്ങൾക്ക് ശ്രീരാമന്റെ ഘോഷയാത്ര കാണാൻ പറ്റില്ല, പട്ടാഭിഷേകം കാണാൻ പറ്റില്ലേ? അത് ഭാരതത്തിന്റെ അല്ലേ? ഈ ഭാരതം ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ കൂടെ ചേർന്നതാണ് ഭാരതം. നിങ്ങൾക്ക് എങ്ങനെയാണ് കാവ്യ എന്ന് കാണുക? എന്ത് അലർജി എന്താ? അത് ഇപ്പോ ഒരു തട്ടത്തർക്കമുണ്ടല്ലോ. പല സ്കൂളുകളിലും ഈശ്വര പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്നു, സൂറത്തിൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്ന എത്രയോ സ്കൂളുകൾ ഇവിടെയുണ്ട്. വെള്ളിയാഴ്ച ദിവസം നമസ്കരിക്കുന്നതിന് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് കുറച്ച് ടൈം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ കൊടുക്കും. ജുമാ നമസ്കരിക്കണമല്ലോ. അപ്പൊ അവരുടെ മതവിഭാഗങ്ങൾക്കു മാത്രം ചില പ്രത്യേകമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ നൽകുമ്പോൾ മറ്റുള്ളവർ അത് അവഗണിക്കപ്പെടുവാണ്. ഇപ്പൊ വന്ദേ മാതരം ഇവിടെ പറയാൻ പാടില്ലത്രേ, ജനഗണമന ഇവിടെ പറയാൻ പാടില്ലത്രേ. അങ്ങനെ ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെ പോലും മാറ്റി തിരുത്തി അവരായിട്ട് തന്നെ ഒരു ദേശീയ ഗാനം വരെ ഉണ്ടാക്കിയില്ലേ? ദേശീയ പതാക ഉയർത്തുമ്പോൾ പോലും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടാണ് ദേശീയ പതാക വരെ ഇവർ ഉയർത്തുന്നത്. ഈ രാജ്യത്തെ ഏതൊക്കെ രൂപത്തിൽ അപകീർത്തിപ്പെടുത്താമോ ആ രൂപത്തിലെല്ലാം ഇവർ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഇവര് ചൊല്ലുന്ന ഒരു ദേശീയ ഗാനം. എന്നിട്ട് ഇവരെന്ത് ചെയ്താലും ആരും അത് പറയാൻ പാടില്ല, ആരും അത് വിമർശിക്കാറില്ല. കാരണം നമ്മുടെ നാട് ഒരു മതേതരത്വമാണ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനേക്കാൾ അഫ്ഗാനേക്കാൾ അധപതിച്ച രൂപത്തിലേക്കാണ് നമ്മുടെ നാടിന്റെ പോക്കെല്ലാം. ദേശീയ ഗാനം വരെ മാറ്റി തിരുത്തിയ ആളുകളെ വിമർശിക്കാൻ പാടില്ലത്രേ. ഒരു മതേതര രാജ്യത്ത് ഇസ്ലാം മതവിഭാഗത്തിന് മാത്രമായിട്ട് ഒരുപാട് പ്രത്യേകതകൾ, അവർക്ക് മാത്രം ചില ആനുകൂല്യങ്ങൾ, അവരെന്ത് ചെയ്താലും ശരിയാണ് എന്ന് മിണ്ടാതെ തലകുലുക്കി അംഗീകരിക്കണം അത്രേ. ഗുരുനബിനായകനോരെ മർഹബ ഭാഗ്യ സദാത പൊരുളായ സലാത്ത് സലാമുകളാലെ കൽവകമുള്ളിൽ നിത്യ തിരുനബി ഭൂലോകത്തിന്മേധാവായിട്ടുള്ളൊരു നിധിയെ ഇഹപര സുന്ദരമണിയെ സുന്ദരാമിന പൂവേ ത്വാഹ ജയമണി ത്വാഹ ഇഹപര ഗുരുനബിനായകനോരെ മർഹബ ഭാഗ്യ സലാത്ത നബിയേ 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 നബി 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 നബിയേ. എങ്ങനെയുണ്ട്? ദേശീയ ഗാനത്തെ വരെ ഇവർ അപകീർത്തിപ്പെടുത്തി. ഇവർക്കെതിരെ ആരെങ്കിലും മിണ്ടാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടായോ? ഇതൊക്കെ നമ്മുടെ നാട്ടിന്റെ കപട മതേതരത്വം. വന്ദേ മാതരം പാടില്ല, ജനഗണമന പാടില്ല, അതുപോലെ സാരേ ജഹാൻ സെ അച്ഛ പാടില്ല. ഇത് പാടുണ്ടല്ലേ? ശരി, പാടിക്കോ. നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകളാണ് ഈ കപട മതേതരത്വം പറഞ്ഞ് ഈ ജിഹാദി കൂട്ടങ്ങളെ ഇത്രയും വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവരെ എതിർക്കാൻ ആർക്കും ധൈര്യമില്ല, ഇവരെ ആരും എതിർക്കില്ല. എതിർക്കാത്തതിന്റെ കാരണം ഇതാണ്, മതപ്രീണനം നടത്തിയാലേ ഇവർക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ. പക്ഷെ പ്രതികരിക്കേണ്ടത് പാലസ്തീന്റെ കൊടിയുമായിട്ട് തെരുവിലിറങ്ങി പാലസ്തീന്റെ കൊടിയുമായിട്ട് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നവർ നൈജീരിയക്ക് വേണ്ടി സംസാരിക്കുന്നത് കാണുന്നില്ലല്ലോ. ഇവന്മാര് നമ്മുടെ നാട്ടിൽ ഈ നൈജീരിയയിലെ ക്രിസ്ത്യാനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെയോ കാശ്മീരിലെയോ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ
നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ജാഥയെങ്കിലും നടത്തുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇട്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? കാരണം എന്താണെന്നറിയോ? അവരുടെ മാനവികത ഉണരുന്നത് എപ്പോഴാണെന്നറിയാമോ? അവരുടെ മതത്തിൽ പെട്ടവർ കൊല്ലപ്പെടുന്നു. അവിടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ കൊല്ലപ്പെട്ടാൽ അവിടെ അല്ല, പിന്നൊരു കാര്യമുണ്ട്. ഇവര് കൊല്ലുന്നവന്റെ മതവും ഇവർക്ക് പ്രശ്നമാണ്, കൊല്ലപ്പെടുന്നവന്റെ മതവും പ്രശ്നമാണ്. സൗദികൾ യമനികളെ കൊന്നൊടുക്കിയാൽ ഇവർക്ക് മിണ്ടണ്ട. കാരണം കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും അള്ളാഹു അക്ബർ വിളിക്കുന്നുണ്ടല്ലോ. സിറിയയിൽ യസീദികളെയും മറ്റും ഐസിസുകാർ കൊന്നൊടുക്കുമ്പോൾ ഇവർ ശബ്ദിക്കില്ല. രണ്ടുപേരും മുസ്ലിങ്ങളാണ്. ഇറാനിൽ ആയത്തുള്ള അലി കൊമേനി എന്ന് പറയുന്ന സ്വേച്ഛാധിപതി സ്വന്തം ജനതയെ കൊന്നൊടുക്കുമ്പോൾ ഇവർക്ക് ശബ്ദിക്കണ്ട. അഫ്ഗാനികളും താലിബാനികളും തമ്മി തല്ലി ചത്ത് താലിബാനികൾ അഫ്ഗാനികളെ കൊന്നൊടുക്കുമ്പോൾ ഇവർക്ക് ശ്രദ്ധിക്കണ്ട. അഫ്ഗാനികൾ പേടിച്ചു ഭയന്ന് കിലോമീറ്ററുകളോളം ഉയരെ പറക്കുന്ന ഫ്ലൈറ്റിന്റെ ചിറകിൽ പിടിച്ച അള്ളി ഇരുന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ വിഷയത്തിൽ പോലും ഇവർക്ക് പ്രതികരിക്കണ്ട. എന്താ കാരണം? രണ്ടു കൂട്ടരും ഞമ്മന്റെ ആളുകളാണ്. പാകിസ്ഥാനികള് ലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാനികളായിട്ടുള്ള അഭയാർത്ഥികളെ നാടുകടത്തി. നിരാലംബരായിട്ടുള്ള 17 ലക്ഷത്തോളം അഭയാർത്ഥികൾ അഫ്ഗാനിലുമില്ല പാകിസ്ഥാനിലും ഇല്ലാത്ത രൂപത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടു. ഇവര് സംസാരിക്കുന്നില്ല. കൊല്ലുന്നു പാകിസ്ഥാനികൾ അഫ്ഗാനികളെ. താലിബാനികൾ സ്വന്തം ജനതയെ തന്നെ കൊന്നൊടുക്കുന്നു. സിറിയൻ പ്രസിഡന്റ് സ്വന്തം ജനതയെ തന്നെ കശാപ്പ് ശാലകൾ ഉണ്ടായിരുന്നു അയാൾക്ക്. അറബ് ശാലകൾ റബ്ബർ ഷീറ്റ് അടുക്കി വെക്കുന്നത് പോലെയാണ് മനുഷ്യനെ ചണ്ടികളാക്കി അടുക്കി വെച്ചിരുന്നത് സിറിയൻ പ്രസിഡന്റ്. മിണ്ടിയോ? ഇവർക്ക് പ്രതികരിക്കണ്ട. കണക്കിൽപ്പെടില്ല. ഇനി എങ്ങാനും ഇവർ പ്രതികരിച്ചു കഴിഞ്ഞാലോ അവരെ പൊങ്കാലക്കിടും. അതവർക്ക് താങ്ങാൻ കഴിയില്ല. ഇനി ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. 2023 തുർക്കിയിൽ ഒരു വലിയ ഭൂകമ്പം നടന്നു. ഏകദേശം ഒരു 50,000-ഓളം പേര് അവിടെ മരിച്ചു വീഴുണ്ടായി. ആ സമയത്ത് ആ രാജ്യത്തേക്ക് ഭക്ഷണവും രക്ഷാപ്രവർത്തനത്തിനുമായിട്ട് ആദ്യം പറന്നിറങ്ങുന്നത് ഇന്ത്യൻ ആർമിയിലെ പട്ടാളക്കാരായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. ആ സമയത്ത് ഈ പാകിസ്ഥാന് വേണ്ടി ആയുധങ്ങളും ഡ്രോണുകളും നൽകി സഹായിച്ചത് ആരാണെന്നറിയാമോ? ഈ തുർക്കി എന്ന രാജ്യം. സഹായിച്ചതിന് തിരിച്ചു കൂലിയും കിട്ടി. ആ നന്ദികേടിന്റെ കാര്യം എന്തായിരുന്നു? കടലിൽ കായം കളിക്കുക പോലെ ആയിപ്പോയി. അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്ത സഹായമൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ മതം അത് നോക്കി തന്നെ നിലപാടെടുക്കുള്ളൂ. പിന്നൊരു കാര്യമുണ്ട്. തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായ സമയത്ത് അവരുടെ രാജ്യത്തിന്റെ ആർമി പോലും സഹായവുമായി എത്തുന്നതിന്റെ എത്രയോ മുമ്പ് ഇന്ത്യയുടെ സഹായമാണ് തുർക്കിയിലെത്തി. തുർക്കിയെ സഹായിച്ചു. അഫ്ഗാനികൾ പട്ടിണി കിടന്ന് ചാവാനായപ്പോൾ അഫ്ഗാനികൾക്ക് വേണ്ടുന്ന അരിയും ഗോതമ്പും ചോളവും ധാന്യങ്ങളും പണവും ചികിത്സയും ഒക്കെയായി ഇന്ത്യ സഹായിച്ചു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയം വന്നപ്പോൾ തുർക്കി ഇന്ത്യക്കെതിരെ തിരിഞ്ഞു, അഫ്ഗാൻ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു. എന്താ കാരണം? അവിടെ കൊല്ലുന്നവന്റെയും കൊല്ലപ്പെടുന്നവന്റെയും ജാതിയും മതവും പ്രശ്നമാണ്. പാകിസ്ഥാന്റെ തീവ്രവാദ സംഘടനയായിട്ടുള്ള സായുധ സംഘടനയായിട്ടുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന പഹൽഗാമിൽ കയറി 29 പേരെ ജാതി ചോദിച്ചു, മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് പാൻഡൂരി നിക്കറൂരി ലിംഗപരിശോധന നടത്തി തുമ്പൻ സ്റ്റീം അല്ല എന്ന് ഉറപ്പുവരുത്തി തലയിലേക്ക് നിറയൊഴിച്ചു കൊന്നപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മതേതര വിശ്വാസികൾക്കും പൊള്ളി. കാരണം ഇന്ന 29 പേർ നമ്മുടെ ആരൊക്കെയോ ആണ്. അവരെയാണ് ഇവര് കൊന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടു ശക്തമായി പ്രതികരിച്ചു. പക്ഷെ ആ സമയത്ത് തുർക്കി നോക്കിയത് എന്താ? ആരാ കൊല്ലപ്പെടാൻ പോകുന്നത്? പാകിസ്ഥാനികളാണ്. പാകിസ്ഥാന്റെ 9 ആണവ നിലയങ്ങൾക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ 1 പണി കൊടുത്തത്. ഓപ്പറേഷൻ സിന്ദൂർ 2 അടുത്ത പണി കൊടുത്തു. ഓപ്പറേഷൻ മഹാദേവ് അടുത്ത പണി കൊടുത്തു. അപ്പോ പാകിസ്ഥാന് സംഭവിക്കുന്ന നഷ്ടത്തിൽ തുർക്കി പങ്കുചേർന്നു, അഫ്ഗാൻ പങ്കുചേർന്നു, സിറിയ പങ്കുചേർന്നു. കാരണം അവിടെ മതം ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറായി മാറി. ഗാന്ധിയും എന്തിന് സംഘി AB വാജ്പേയി അടക്കം പാലസ്തീനിന് അനുകൂലമായിട്ട് നിൽക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. എപ്പോഴും ഇന്ത്യ പാലസ്തീനിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ കാർഗിലിൽ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോ
ഇന്ത്യ പാകിസ്ഥാന് മുമ്പിൽ അടിയറവ് പറയും എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് നമ്മളെ സഹായിച്ചത് ആ കൊച്ചു രാജ്യമായിട്ടുള്ള ഇസ്രായേലാണ്. ഇസ്രായേലാണ്. നമ്മുടെ ഭാരതത്തിന്റെ വിഷമഘട്ട സമയത്ത് നമ്മുടെ ശിരസ് താഴാതെ ഉയർത്തിപ്പിടിക്കാൻ ഒരു കൊച്ചു രാജ്യം നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ, കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യ കാലുപിടിക്കാത്ത, സഹായം ചോദിക്കാത്ത രാജ്യങ്ങളില്ല. ഒരു രാജ്യവും സഹായിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഇസ്രായേൽ എന്ന ചെറിയ രാജ്യം ഉറച്ചു നിന്നു ഇവരുടെ കൂടെ. അപ്പോൾ ആയുധം കൊണ്ടുവരാം, ഇസ്രായേലിന്റെ പതാക ഉയർത്തരുത്. ഇസ്രായേലിന്റെ പതാക അതുവരെ 3 എണ്ണമാണ് ഉയർത്തിയിരുന്നതെങ്കിൽ 300 എണ്ണം ഉയർത്തിയിട്ടാണ് ആയുധം ഇന്ത്യക്ക് കൊണ്ടുവന്ന് കൊടുത്തതും പിന്തുണ അറിയിച്ചതും. കണ്ടു, അപ്പോഴും ഇവർക്ക് പ്രീണനമായിരുന്നു നയം. ആ ഇസ്രായേൽ എന്ന രാജ്യം ഒരു പക്ഷേ സഹായിച്ചിട്ടില്ലായിരുന്നു ഇന്ത്യയെ എങ്കിൽ ഇന്ത്യ അന്നും പരാജയപ്പെട്ടു പോകുമായിരുന്നു. ആ രാജ്യത്തിന് ഐക്യദാർഢ്യം മൂലമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ കാർഗിലിൽ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോ ഇന്ത്യ പാകിസ്ഥാന് മുമ്പിൽ അടിയറവ് പറയും എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് നമ്മളെ സഹായിച്ചത് ആ കൊച്ചു രാജ്യമായിട്ടുള്ള ഇസ്രായേലാണ്. നമ്മുടെ ഭാരതത്തിന്റെ വിഷമഘട്ട സമയത്ത് നമ്മുടെ ശിരസ് താഴാതെ ഉയർത്തിപ്പിടിക്കാൻ ഒരു കൊച്ചു രാജ്യം നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് ഐക്യദാർഢ്യം കൊടുക്കുന്നതിൽ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? ആ സമയത്ത് പലസ്തീൻ എന്താണ് ചെയ്തത്? ഭീകരവാദികളായിട്ടുള്ള ഹമാസോളികള് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും എങ്ങനെ വിഘടിപ്പിക്കാം എന്നതിനെ കുറിച്ച് പദ്ധതികൾ തയ്യാറാക്കി പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് ആ പദ്ധതികൾ കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ചില തീവ്ര മുസ്ലിങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും ചില മാധ്യമങ്ങൾക്കും ചില സിനിമാ നടന്മാർക്കുമൊക്കെ ഈ ഹമാസിനെയും പാലസ്തീനെയും ഒക്കെ അനുകൂലിച്ച് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിലിൽ മാത്രം തൊണ്ടയിൽ നിന്നും വെള്ളം താഴോട്ടിറങ്ങാത്ത ഒരു വിഭാഗം ആളുകൾ സംസാരിക്കേണ്ടതായിട്ട് വരും. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്താണെങ്കിലും അവർക്ക് ഈ പറയുന്നിടത്തൊക്കെ അനുകൂലിച്ച് തന്നെ സംസാരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അഭിമാനമുള്ള ഇന്ത്യക്കാർക്ക്, അതിപ്പോ മത അടിസ്ഥാനത്തിലല്ലാട്ടോ, എന്റെ രാജ്യം എന്റെ ഭാരതം എന്ന വികാരമുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അവർക്ക് പാലസ്തീനെയും ഹമാസിനെയും ഒന്നും അനുകൂലിച്ചു പോകേണ്ട കാര്യമില്ല. അവരുടെ രാജ്യത്തെ വിഷമഘട്ട സമയത്ത് അവരെ സഹായിച്ച് ആ രാജ്യത്തോട് തന്നെ അവർ കൂറ് കാണിക്കുള്ളൂ. ഇത് സ്വാഭാവികമാണ്. ഇന്ത്യക്ക് അകത്ത് തന്നെ മതത്തെ മുന്നിൽ തന്നെയുമല്ല, ഇതിനകത്ത് വേറൊരു ഫാക്ടർ കൂടിയുണ്ട്. ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, ഹമാസ് എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ഏത് രാജ്യത്തെക്കാൾ ഇന്ത്യക്ക് അറിയാം. ഹമാസിന് വേണ്ടത് എന്താ? പലസ്തീൻ എന്ന രാഷ്ട്രം മാത്രമല്ല. പലസ്തീൻ കിട്ടിയ അവർ സമാധാനത്തോടു കൂടി പോകുമോ? ഇല്ല. ലോകം മുഴുവനും ഇസ്ലാം മതത്തിലാക്കണം എന്നല്ലേ ഇവർ പറയുന്നത്. ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പലസ്തീൻ എന്ന ഒരു രാഷ്ട്രം പിറന്നാൽ പിന്നീട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാകുന്നത് ആർക്കാ? ഇസ്രായേലിന്. പിന്നീട് ലോകത്ത് ഒരാൾക്കും മനസമാധാനത്തോടു കൂടി അമുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പോ ഇവിടെ തന്നെ കണ്ടില്ലേ ഒരു തട്ടമിട്ട സംഭവം. നമ്മൾ നോക്കുമ്പോൾ അതൊരു ചെറിയ സംഭവമാണ് എന്ന് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഒരു കുട്ടിക്ക് മാത്രം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തട്ടമിട്ടേ വരാൻ പറ്റൂ എന്ന് പറയുന്നു. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു അതിന് പിന്നിൽ പ്രവർത്തിച്ചത് SDPI എന്ന തീവ്രവാദ സംഘടനയാണെന്ന്. ഇതുവരെ ഈ കുട്ടി പഠിച്ചിരുന്ന ഒരു ഇസ്ലാമിക സ്ഥാപനത്തിലായിരുന്നു. അവിടെ ഈ കുട്ടിക്ക് തട്ടം പ്രശ്നമായിരുന്നില്ല. അവിടെ ഈ കുട്ടിക്ക് തട്ടമിടാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നിട്ടും ഈ കുട്ടി ഇവിടേക്ക് വന്നത് മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കുക എന്നതിന്റെ പേരിലാണ്. ഇതിനെ പിന്നിൽ നിന്ന് നയിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് SDPI എന്ന സംഘടന. SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും വേണ്ടത് എന്താണ്? അവർക്കൊരു പ്രശ്നം ഉണ്ടാകും. മതവിശ്വാസികൾ, അതായത് ഇസ്ലാം മത വിഭാഗക്കാർ കേരളത്തിൽ എന്തോ വലിയ രൂപത്തിൽ വേട്ടയാടപ്പെടുന്നു എന്നവർക്ക് പറഞ്ഞു വെക്കണം. അതിനുവേണ്ടിയാണ് അവർ ഈ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ. പക്ഷേ ഇത് കേരളത്തിന്റെ മതേതരത്വം ശരിക്ക് ഈ കാര്യം അങ്ങോട്ട് മനസ്സിലാക്കി പ്രതികരിച്ചു. മുമ്പ് ജോസഫ് മാഷിന്റെ വിഷയം വന്ന സമയത്ത് ഒറ്റപ്പെടുത്തിയതുപോലെ നമ്മുടെ ആന്റണി അച്ഛന്റെ വിഷയം, പാലാ ബിഷപ്പിന്റെ വിഷയം, ബൈബിള് കത്തിച്ച കാസർഗോഡ് മുഹമ്മദ് മുസ്തഫയുടെ വിഷയമൊക്കെ വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഉണർന്നു പ്രവർത്തിച്ചു. അവർ തക്കതായ രൂപത്തിൽ, ശക്തമായ രൂപത്തിൽ എതിർക്കാനും പ്രതികരിക്കാനും ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായി നിൽക്കാനും തയ്യാറായപ്പോൾ ഇവരുടെ എല്ലാ തീവ്രവാദ ജിഹാദി അജണ്ടകളും പൊലിഞ്ഞു പോകുകയാണ് ഉണ്ടായത്. നരസിംഹറാവുവിന്റെ അതേ സ്വഭാവവും അതേ നിലപാടും പുറത്തും മതേതരത്വം പറയുകയും ഉള്ളിൽ RSS അജണ്ട നടപ്പാക്കുകയും ചെയ്യുന്ന SDPIയുടെ നേതാവിന്റെ പത്രസമ്മേളനമാണ് ആ പെൺകുട്ടി സ്കൂളിലെ തട്ടം അല്ല, എനിക്ക് ആ സ്കൂളിന്റെ യൂണിഫോം ധരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു.
അതുപോലെ പിന്നെ ആ സഭാ നേതൃത്വം പറഞ്ഞു, ശരി, ഞങ്ങൾ അന്വേഷിക്കാം, ഞങ്ങൾ ആ പേരൻസുമായിട്ട് സംസാരിക്കാം, കോടതി വിധി എന്താണോ ഈ വിഷയത്തിൽ അതേ ഞങ്ങൾ നടപ്പിലാക്കൂ, അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും ആ സ്ഥാപനത്തിന്റെ യൂണിഫോമിറ്റി, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അംഗീകരിക്കാൻ തയ്യാറാകണം എന്നതാണ് കോടതി വിധി. അത് അംഗീകരിക്കാൻ തയ്യാറായ കുട്ടികൾ മാത്രം അവിടെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ പേരൻസ് കൺവിൻസ്ഡ് ആയി, കോടതി വിധി അംഗീകരിക്കാൻ ആ കുട്ടി തയ്യാറായി. പക്ഷെ എന്നാലും പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം വിടില്ല. അവര് പറയുന്നത് എന്താണെന്ന് കേട്ടോ. നരസിംഹറാവുവിന്റെ അതേ സ്വഭാവവും അതേ നിലപാടും പുറത്തും അതേതൃത്വം പറയുകയും ഉള്ളിൽ RSS അജണ്ട നടപ്പാക്കുകയും ചെയ്യുന്ന നരസിംഹറാവുവാണ്, ജീവിച്ചിരിക്കുന്ന നരസിംഹറാവുവാണ് KK ആന്റണി. അതേ നിലപാടാണ് ശശി തരൂര്. ശശി തരൂർ ഇപ്പൊ മെല്ലെ 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 ഇങ്ങനെ വട്ടം കറങ്ങി അധികം താമസമില്ല മോദിയുമായി രഹസ്യബന്ധം സ്ഥാപിച്ച് കോൺഗ്രസിനകത്തെ ആളുകളെ BJPയിൽ എത്തിക്കുന്ന വളരെ തന്ത്രപരമായ വർക്കുകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകപരമായ സമീപനത്തിലേക്ക് RSS എന്ന് പറയുന്ന വിഷം എന്ന് പറയുന്ന കൊടുംവിഷം അത് കിടത്തിവിടാണ്. ഇപ്പൊ ഇവർ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. CPM-ഉം RSS-ഉമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് പൊതുമണ്ഡലത്തിൽ ഒരു വികാരം ഉണ്ടാക്കിയെടുത്ത് അധികാരം നേടാമെന്നാണ്. കേരള രാഷ്ട്രീയത്തിനകത്ത് വ്യക്തമായി PDPക്ക് അഭിപ്രായമുണ്ട്. CPM കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തകർന്നു വീഴുന്ന അന്ന് കേരള രാഷ്ട്രീയത്തിൽ BJP പിടിമുറക്കും. കോൺഗ്രസിനകത്ത് ഉപ്പ് വെച്ച കലം പോലെ ഇരിക്കും കോൺഗ്രസിനകത്തുള്ള 90% ആളുകളും ഇന്ന് അവരുടെ മനസ്സിൽ RSS-ഉം BJP-യും വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതിനെ പ്രതിരോധിക്കാൻ ഇപ്പോഴത്തെ ഇടതുപക്ഷ ചേരിയാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് PDP ഇടതുപക്ഷത്തോടൊപ്പം നിലനിർത്തിയിട്ടുള്ളതും അവരുമായി ഒരു രാഷ്ട്രീയ ധാരണ. ഇവരാണ് ഇന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് വിദ്യാർത്ഥികളെ ഇളക്കി വിട്ട് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടത് ഒരു പ്രശ്നമുണ്ടാക്കുക എന്നത് തന്നെയാണ്. ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം എന്നുള്ളത്, ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണം എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല. അതുകൊണ്ട് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആള് ഇത് ധരിക്കണം. സ്വാഭാവികമായിട്ടും ഇവര് അടുത്ത ഒരു ചോദ്യം ചോദിക്കും. ആ കന്യാസ്ത്രീ ധരിച്ചിരിക്കുന്ന വേഷം കണ്ടില്ലേ? ആ വേഷം എന്താണ്? അവർക്ക് മതവേഷം ധരിക്കാമോ എന്നൊക്കെയുള്ള പൊട്ട ചോദ്യങ്ങളുമായിട്ടാണ് ഇവര് രംഗത്ത് വരിക. അതിന് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അധ്യാപകർക്ക് ഈ യൂണിഫോമുമായിട്ട് ബന്ധമില്ല. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതമാകാം. ഒരു അതുകൊണ്ടാണല്ലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇടുന്ന പേരുകൾ കണ്ടിട്ടില്ലേ? മതപരമായിട്ടുള്ള പേരുകൾ അവർ ഇടാറുണ്ടല്ലോ. പക്ഷെ അവിടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾ ഒരേ രൂപത്തിലുള്ള യൂണിഫോം ധരിക്കണം എന്നത് കോടതി വിധിയാണ്. ആകരുത് എന്ന് യാതൊരു വിധത്തിലുള്ള നിഷ്കർഷയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ്. പക്ഷെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് സെക്യുലർ സ്വഭാവം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അവർ നൽകുന്ന വിദ്യാഭ്യാസം സെക്യുലർ ആയിരിക്കണം. പക്ഷെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സച്ച് റിലീജിയസ് ആകരുത് എന്ന് യാതൊരു വിധത്തിലുള്ള നിഷ്കർഷയില്ല. അതുകൊണ്ട് തന്നെയാണ് പുണ്യവാളന്മാരുടെയും വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെയും ഒക്കെ പേരിൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാർ ആ സഭയുമായി ബന്ധപ്പെട്ട് അതിന്റെ മഠത്തിന്റെ ഒക്കെ നടത്തിപ്പുകാരായിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷനിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനുകളിൽ ഇരിക്കുന്ന ആൾക്കാരും അധ്യാപകരായിട്ടുള്ള ആൾക്കാരും. ആ ആൾക്കാർക്ക് യൂണിഫോം നിർബന്ധമല്ല. ആ ആൾക്കാർക്ക് അവരുടെ മതാചാര പ്രകാരമുള്ള വസ്ത്രങ്ങൾ തന്നെ ധരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനിയും ഇതുപോലെയുള്ള ഊള ചോദ്യങ്ങളുമായിട്ട് ഇവര് വരും. ആ കന്യാസ്ത്രീ ധരിച്ചിട്ടുണ്ടല്ലോ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന SDPI പോലെയുള്ള സംഘടനകളുടെ ലക്ഷ്യങ്ങൾ, അവരുടെ അജണ്ടകളാണ് ഇവിടെ പൊതുവേ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോസഫ് പബ്ലിക് സ്കൂൾ എന്ന ഒരു സ്കൂളിന് പേരിട്ട് അത് ഒരു പുണ്യവാളന്റെ പേരിൽ തന്നെ അറിയപ്പെട്ടിട്ട് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപികമാർക്ക് നിങ്ങൾ കന്യാസ്ത്രീകളാണെങ്കിലും നിങ്ങളുടെ സെക്യുലർ ആയിട്ടുള്ള യൂണിഫോം മാത്രം ധരിക്കണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. മറിച്ച് അവിടെ വിദ്യ തേടി വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഈ ചോദ്യം നിലനിൽക്കുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാം. അതിലാണ് ഇതിന്റെ മറുപടി ഉള്ളത്. കാരണം കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചിട്ടാണ് നീ ഹിജാബ് ധരിക്കരുത് എന്ന് പറയുന്ന ചില ഊളകളുണ്ട്. അവർക്കറിയില്ല അതിനെ കുറിച്ചൊന്നും. വിഷയം നിങ്ങൾക്കറിയാമല്ലോ, കൊച്ചിയിലാണ് പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളുകളുടെ പേരുകൾ തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ?
അപ്പോ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു ആ സ്കൂളിന്റെ പേര്. സെന്റ് റീത്താസ് സ്കൂൾ. ഇതിനകത്തെ ഹിജാബ് വിവാദം. ഈ ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ മാനേജ്മെന്റ് ഹിജാബ് ധരിക്കരുത് എന്ന് വിലക്കും. നിർബന്ധമായും ഹിജാബ് ധരിച്ചേ ഞാൻ വരൂ എന്ന് കുട്ടിയും. എന്റെ കുട്ടി ഹിജാബ് ധരിച്ചിട്ടേ ഈ സ്ഥാപനത്തിൽ പഠിക്കൂ എന്ന് മാതാപിതാക്കൾ. സ്കൂളിന് അങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസം വന്ന സ്ഥിതിക്ക് 2 ദിവസം അവധി പ്രഖ്യാപിക്കുന്നു. കുട്ടിയെ മാനസികമായി അധികൃതർ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രക്ഷിതാവ് രംഗത്ത് വരുന്നു. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകുന്നു. അതോടുകൂടി വിഷയം ആളിക്കത്തുന്നു. ഇവര് വിചാരിച്ചത് കുട്ടികൾ യൂണിഫോം ഇട്ട് പോകുന്നത് പോലെ തന്നെ അധ്യാപകരും യൂണിഫോം ഇട്ട് പോകുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടെന്ന്. ഇത് എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഇവർ ഇത്രയും കാലവും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത്? ഇവർക്ക് വിഷയങ്ങൾ അറിയണ്ട. സാധാരണക്കാരുടെ ഇടയിലേക്ക് മതപരമായിട്ടുള്ള വികാരം ആളിക്കത്തിച്ച് ഇതൊരു പ്രശ്നമാക്കി മാറ്റുക. മുസ്ലിങ്ങൾക്ക് അവരുടെ മതം ഫോളോ ചെയ്യാൻ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടാക്കുക. ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെയാണ് ഒരു വിവാദത്തിന് തിരികൊളുത്തുന്നത് എന്ന് മറക്കരുത്. അപ്പൊ ഇവര് പറയുന്ന ചില വിഷയങ്ങൾ അറിവില്ലായ്മയും ഇവരുടെ വിവരക്കേടുമാണ് എന്ന് പറയാൻ വിവരമുള്ളവർ രംഗത്ത് വരണം. ഇപ്പൊ കുട്ടിയെ ഹിജാബ് ഇട്ടത് വിലക്കിയത് ഒരു കന്യാസ്ത്രീയാണ്. അവർ കന്യാസ്ത്രീ ധരിച്ചിരുന്നത് മതവേഷമാണ്. അവർക്കത് പറ്റുമോ എന്നതാണ് ചോദ്യം. കോർഡിനേഷൻ പ്രതിനിധിയാണ് ശ്രീ ടി എ മുജീബ് റഹ്മാൻ. ടി എ മുജീബ് റഹ്മാൻ, ഇത് കോടതികളും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെയും എന്താണ് ഹിജാബ് വേണം, അത് വിദ്യാർത്ഥികൾ ധരിക്കണം, അങ്ങനെ വരാൻ പറ്റുകയുള്ളൂ എന്നുള്ള വാശി പിടിക്കുന്നത്? അതാണല്ലോ ഇപ്പോൾ കൊച്ചി സെന്റ് സ്കൂൾ 2 ദിവസം അടച്ചിടേണ്ടി വന്നത്. ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തുടക്കത്തില് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയ ജോസ് ക്രിസ്റ്റഫർ സേവ്യർ. അദ്ദേഹം താമസിക്കുന്ന പ്രദേശമായ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ പള്ളുരുത്തി പ്രദേശത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും താമസിക്കുന്ന ഒരു പ്രദേശമാണ്. പിന്നെ അവിടെ താമസിക്കുന്നു എന്ന് പറയുന്ന ചില തീവ്ര വിഷയം അറിയാതെ പ്രതികരിക്കുന്നവരുടെ പ്രതികരണം കൂടി നമ്മളൊന്ന് കാണണമല്ലോ. പറയുന്ന ചില തീവ്ര മുസ്ലിം സംഘടനകളുടെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, അപ്പൊ അവിടെ മുസ്ലിങ്ങൾ ആരുമില്ല, നിലവിൽ അവിടെ താമസിക്കുന്നു എന്ന് പറയുന്ന ഈ ആസാമിലൊക്കെ പറയുന്ന പോലെ എവിടെ നിന്നോ കടന്നുകൂടിയ കുറച്ച് ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു. അപ്പൊ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു അവിടെ 30 വർഷത്തോളം സ്ഥാപിച്ച ആ സ്ഥാപനത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഞാൻ ആ പൊതുപ്രവർത്തകൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തോട് പറയുന്നത്, പള്ളുരുത്തി എന്ന പ്രദേശത്തെ കുറിച്ച് താങ്കൾ സംസാരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ഇന്ത്യ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു മതേതരത്വ മൂല്യമുണ്ട്. ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും അവന്റെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അത് സ്കൂളിൽ മതം അനുസരിച്ചേ നിങ്ങൾക്ക് പറ്റൂ എന്നുണ്ടെങ്കിൽ അത്തരം മതം ഫോളോ ചെയ്യുന്ന സ്ഥാപനത്തിൽ പോകണം. ഒരു മതേതര സ്ഥാപനത്തിൽ ചെന്നിട്ട് അവിടെ പോയി ഞങ്ങൾക്ക് മതം ഫോളോ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഹിന്ദു കുട്ടികൾക്ക് അവരുടെ മതം ഫോളോ ചെയ്യേണ്ടി വരും, ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതം ഫോളോ ചെയ്യേണ്ടി വരും. ഇസ്ലാം മത വിഭാഗത്തിലെ കുട്ടികൾക്ക് മാത്രം കൊമ്പും തുമ്പിക്കൈയൊന്നും ഇല്ലല്ലോ. അത് പൊതു ഇടങ്ങളിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ഓരോ വിശ്വാസിക്കും അവന്റെ മതം അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം രാജ്യത്തെ ഭരണഘടന നൽകിയിട്ടുള്ളപ്പോൾ ആ ഭരണഘടനയുടെ കീഴിൽ ജീവിക്കുന്ന കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലെ ഈ പറയപ്പെടുന്ന സ്കൂള് ഏതെങ്കിലും രീതിയിൽ അവരുടേതായിട്ടുള്ള ഒരു ഭരണഘടന എഴുതി ചേർത്തുകൊണ്ട് ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല, ഞങ്ങൾ എഴുതി തരുന്ന ഈ ഭരണഘടന അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു മതേതര രാജ്യത്ത് പറയാൻ പറ്റും. ഇക്കാര്യത്തിൽ അവരല്ല, അത് കോടതികളും പലതവണ ഇക്കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അത് കോട്ട് ചെയ്താണ് ഇവിടെ ശ്രീത്ത് സംസാരിച്ചപ്പോൾ അത് കോട്ട് ചെയ്തിരുന്നു. ഞാനും അത് പറഞ്ഞിരുന്നു. കേരള ഹൈക്കോടതിയുടെയും കർണാടക ഹൈക്കോടതിയുടെയും ഒക്കെ വിധികൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൽ 2018 കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. അന്നും ഏതാണ്ട് സമാനമായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ സ്കൂൾ മാനേജ്മെന്റുകൾ അവരുടേതായ ഭരണഘടന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അത് കോടതികളിൽ നിന്ന് അംഗീകാരം നേടുന്നുണ്ട്. ശ്രീ മുജീബ് റഹ്മാൻ, നിങ്ങൾ തർക്കം ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ സ്കൂൾ മാനേജ്മെന്റുകൾ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ടാണ് അവരുടെ ഭരണഘടന ഉണ്ടാക്കേണ്ടത്. രാജ്യത്തെ അല്ല, അത് ഭിന്നമായിരുന്നുവെങ്കിൽ കോടതികൾ വ്യത്യസ്തമായിരുന്നുവെങ്കിൽ കോടതികൾ. ഒന്നാമത്തെ കാര്യം, മുറിയന്മാരിൽ വിവരമുള്ള ഒരുത്തനുമില്ല എന്ന് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവര്.
ഇവർക്ക് മതം ഫോളോ ചെയ്യണമെങ്കിൽ ഇവർക്ക് മതസ്ഥാപനങ്ങളിൽ പോയാ മതി. ഉടനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം അവനിക്ക് ഈ രാജ്യത്തെ ഭരണഘടനയെ അനുശാസിക്കുന്ന അവകാശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ്. അല്ലാതെ തന്നെ ഈ പറയപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്കൂള്, ഈ പറയപ്പെടുന്ന സ്കൂള് എന്തെങ്കിലും എഴുതി വെച്ചാൽ അതനുസരിച്ച് ജീവിക്കേണ്ട അല്ല, സെന്റ് റീത്ത സ്കൂളിൽ തന്നെ പോയിട്ട് നമസ്കരിക്കണമെന്നും ഹിജാബ് ഇടണമെന്നും എന്തിനാ വാശി പിടിക്കുന്നത്? കുട്ടി മുമ്പ് പഠിച്ചത് എറണാകുളത്തെ മുജാഹിദ് സ്കൂളിലല്ലേ? അവിടെ ഈ കുട്ടിക്ക് ഹിജാബ് ധരിക്കാമായിരുന്നല്ലോ, അതിനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇവിടെ തന്നെ വന്നിട്ട് ഇന്നലെ വരെ ധരിക്കണ്ടാത്ത ഒരു തട്ടം ഇന്ന് ധരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതിന് പിന്നിൽ എന്താ ചെയ്തു വികാരം? അത് ഒരു കാര്യം കൂടി ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറയുന്നു. ഇവിടെ സംസാരിച്ച ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഒരു സ്കൂളിലെ ഒരു യൂണിഫോം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോം അംഗീകരിക്കാൻ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തയ്യാറാകണമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ആ കുട്ടിയുടെ രക്ഷകർത്താവ് മനസ്സുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ പലരുത്തി SI ഞാൻ ഫോണിൽ വിളിച്ചു, അദ്ദേഹത്തെ കിട്ടിയില്ല, ഫോണിൽ സ്റ്റാഫിനെ കിട്ടിയിരുന്നില്ല. അതില് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടി ആ സ്കൂൾ അനുശാസിക്കുന്ന അതേ കളറുള്ള അതേ രീതിയിലുള്ള യൂണിഫോം തന്നെയാണ് കുട്ടി ഇട്ടിട്ടുള്ളത്. പക്ഷേ എന്റെ മതം അനുശാസിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ തലയിൽ ഒരു തട്ടനിട്ടു. അതോടുകൂടി തന്നെ എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആ കുട്ടി എന്റെ അധ്യാപകൻ ഒറ്റമുണ്ടുടുത്താണ് ഇന്ന് പഠിപ്പിക്കാൻ വന്നത്, അതുകൊണ്ട് എനിക്കും ഒറ്റമുണ്ടുടുത്ത് വന്നാ മതി എന്ന് നാളെ ഒരു മുസ്ലിം പയ്യൻ പറഞ്ഞാൽ ഇവരെന്ത് പറയും? അതല്ല, ടീച്ചർക്ക് അങ്ങനത്തെ വേഷം ധരിക്കാമെങ്കിൽ പിന്നെ നമുക്കും പറ്റൂലേ എന്ന് പറയുമോ? ആ കുട്ടിയുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവളുടെ മതവിശ്വാസം ഇവിടെ ഈ സ്കൂളിന്റെ യൂണിഫോമിന് വിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ നിന്റെ തലയിലുള്ള തട്ടൻ അഴിച്ചു വെച്ചിട്ട് ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഏതെങ്കിലും RSS. എന്റെ പൊന്നു മുജീബ് റഹ്മാനെ, ഒരു സ്കൂളിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും പേരൻസും പാലിക്കേണ്ടതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അതുപോലും അറിയാത്ത നിങ്ങളൊക്കെ എന്തിനാ മക്കളെ സ്കൂളിൽ വിടുന്നത്? TC വാങ്ങിച്ചോണ്ട് പോയിക്കൂടെ? യോ അതില്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാറിന്റെയോ സ്കൂളിലല്ല, ഈ രാജ്യത്തെ മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗം നടത്തപ്പെടുന്ന ആ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള സെന്റ് റീറ്റാസ് സ്കൂളിലെ സത്യത്തിലെ മാക്സിമം മാനേജ്മെന്റ് സ്കൂളുകള്, കോളേജുകള് മുറിയൻസ് ടീമിനെ എടുക്കാതിരിക്കാമോ? അവർക്ക് അഡ്മിഷൻ കൊടുക്കാതിരിക്കാമോ? അത്രയും പ്രയാസങ്ങൾ ഒഴിഞ്ഞു കിട്ടും എന്ന അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടുവന്ന് എത്തിച്ചു. ഹെഡ് മിസ്സസ്, ആ പറയുന്ന ഹെഡ് മിസ്സസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കന്യാസ്ത്രീയാണ്. ആ കന്യാസ്ത്രീ ആയിട്ടുള്ള ആ ഹെഡ് മിസ്സസ് അവരുടെ മതത്തിന്റെ ശാസനങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള വേഷം ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എന്റെ ഈ മതത്തിന്റെ ശാസന അനുസരിച്ച്. ഈ കന്യാസ്ത്രീ സ്കൂളിൽ പഠിച്ച സമയത്ത് അവർ യൂണിഫോം ആണ് ഇട്ടിരുന്നത്. അവര് കന്യാസ്ത്രീ വേഷത്തിലായിരുന്നില്ല സ്കൂളിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞിരുന്നത്. സ്കൂളിൽ അധ്യാപകർക്ക് യൂണിഫോം ഇല്ല. ഈ ശിരോവസ്ത്രം ഞാൻ ധരിക്കും, പക്ഷെ നീ അത് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇക്കാര്യമാണ് ഇന്ന് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് ഹിജാബ് അവിടെ അനുവദിക്കണം എന്ന് ആവശ്യം ഉന്നയിക്കുന്നത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നതാണ്. കാരണം കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഹിജാബിനെ വിലക്കുന്നത് എന്ന് കൊണ്ടുപോകുന്നത്. അദ്ദേഹം ക്രോസ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മറുപടി പറയട്ടെ. നോക്കൂ, അദ്ദേഹം ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് മതസ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് സ്കൂളുകളിൽ ഉൾപ്പെടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുവെന്നാണ്. അങ്ങനെ ഇല്ല. എല്ലാ ഇടങ്ങളിലും നമുക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളത് അദ്ദേഹം ആദ്യം തന്നെ മനസ്സിലാക്കണം. സ്കൂളുകളിൽ ഒരു സ്കൂളിന്റെ മാനേജ്മെന്റിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്കുള്ള യൂണിഫോം പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തന്നെ അനുവാദം നൽകിയിട്ടുണ്ട്. അത് സ്കൂളുകളിൽ മാത്രമല്ല തൊഴിലിടങ്ങളിലും അത് തന്നെയാണ്. അത് നമ്മുടെ നാട്ടിലുള്ള കോമൺ അക്സെപ്റ്റഡ്. ഇവർക്കൊന്ന് മനസ്സിലാക്കേണ്ട, ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെ യൂണിഫോം ഏതാണ്? എല്ലാ ഗവൺമെന്റ് സ്കൂളിലും ഒരേ കളർ യൂണിഫോം ആണോ? എല്ലാ മാനേജ്മെന്റ് സ്കൂളുകളിലും ഒരേ കളർ യൂണിഫോം ആണോ? അമൃത വിദ്യാലയത്തിലെ യൂണിഫോം ആണോ? നിർമ്മലയിലെ, അവിടത്തേതാണോ? സെന്റ് ജോസഫിലെ? ഓരോ സ്ഥാപനങ്ങൾക്കും യൂണിഫോം തെരഞ്ഞെടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആരോട് പറയാൻ? ലോയാണ്. അതായത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ തൊഴിലിടങ്ങളിലോ തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന് അവർക്ക് ഇഷ്ടമുള്ള യൂണിഫോം ഏതാണോ അത് നിഷ്കർഷിക്കാം. അതിന്റെ നിറം എല്ലാം അത് തന്നെയാണ് ഞാൻ ധരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പുറമെ ആ വസ്ത്രത്തിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് യൂണിഫോമിന്റെ വയലേഷൻ ആണ്. ഒന്നാമത്തെ കാര്യം. 2, ഈ ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്ഥാപനത്തിൽ ചെന്നിട്ട് ആ ക്രിസ്ത്യൻ വേഷത്തെ ചോദ്യം ചെയ്യുകയും അവരുടെ മതത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ട് ഇവർക്ക് ഇവരുടെ മതം അവിടെ ഫോളോ ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒരു മുസ്ലിം സ്ഥാപനത്തിൽ അവരുടെ വേഷം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ആരെങ്കിലും ഇന്നേ വരെ അത് ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. കാരണം അതൊരു മാനേജ്മെന്റ് സ്ഥാപനമാണ്, എയ്ഡഡ് ആണെങ്കിലും ശരി.
സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ചേർക്കുന്ന സമയത്ത് അവിടെയുള്ള രക്ഷകർത്താവിന് കൃത്യമായിട്ട് അറിയാം ഈ സ്കൂളിലുള്ള യൂണിഫോം എന്താണ് എന്ന്. അതുകൊണ്ട് തന്നെ ആ യൂണിഫോം എന്റെ കുട്ടി കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാനുവലിൽ 2 ഇടങ്ങളിലായി പ്രത്യേകം പറയുന്ന കാര്യത്തിൽ ഒപ്പിട്ട് കൊടുത്ത് എക്സ്പ്രസ് പെർമിഷനോട് കൂടിയിട്ട് ഈ കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് അത് പറ്റില്ല, എനിക്ക് എന്റെ ഇഷ്ടത്തിൽ മാത്രമേ കുട്ടിയെ വിടാൻ പറ്റൂ എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് അദ്ദേഹം പറഞ്ഞു, ഇവർക്ക് സ്കൂളിൽ എന്തിനാണ് ഒരു യൂണിഫോം കൊണ്ടുവന്നത് എന്ന് പോലും ഇവർക്ക് അറിയില്ല. മത, വർഗ, വർണ്ണ ഒരു വിവേചനവുമില്ലാതെ അവിടെ സമ്പന്നനും ദരിദ്രനും ഇതര മതവിഭാഗക്കാരനും എല്ലാവരും ഒരേപോലെയാണ് എന്ന് കാണിക്കുന്നതിനു വേണ്ടിയാണ് സ്കൂൾ കുട്ടികൾക്ക് ഒരു യൂണിഫോം. അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ, എല്ലാവരും ഒരേപോലെയാണ് എന്ന് മനസ്സിലാക്കാൻ. അതുപോലും തിരിച്ചറിയാത്ത പൊട്ടന്മാരോട് നമ്മൾ എന്തു പറയാനാ? ജാതി, മത, വർഗ, വർണ്ണ, സാമ്പത്തിക ഒന്നിന്റെയും വ്യത്യാസമില്ലാതെ അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എന്ന് കാണിക്കാനാ. ഇപ്പൊ ഈ ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണല്ലോ, അവർക്ക് ശിരോവസ്ത്രം വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് തീയിടുക, ഇവിടെ വേണമെന്ന് പറഞ്ഞ് അംഗം വെട്ടുക. ഇതൊക്കെ ഈ രാജ്യം കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ആശയങ്ങൾക്ക് എതിരാകുമ്പോൾ മാത്രം നമ്മൾ എടുക്കുന്ന ഈ ഒരു മതത്തിന്റെ കീറാമുട്ടി ഉണ്ടല്ലോ, ഇന്നതൊന്നും വില പോകത്തില്ല. കാരണം എന്തായിരുന്നാലും ഇന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കോപ്പ് കൂട്ടുന്നത് എന്ന്. ഈ ലോകത്തെ മുഴുവനും ഇസ്ലാം മതത്തിന്റെ കീഴിലാക്കി തീർക്കുന്നതിന് വേണ്ടി ഓരോ മേഖലകളായി അടക്കി പിടിച്ച് അവിടെയൊക്കെ ശരീഅത്ത് നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇവർ. പക്ഷേ ഇനി അത് നടക്കില്ല എന്നതെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഓരോ സ്കൂളിനും അതെ സ്കൂളിൻ്റെതായിട്ടുള്ള അധികാര പരിധികളുണ്ട്. ആരോട് പറയാൻ, ഇവർക്ക് എന്തെങ്കിലും മനസ്സിലാകണ്ടേ? അപ്പോൾ നമുക്കിനിയും വൈകിട്ട് കാണാം. നമുക്കിനി വൈകിട്ട് കാണാം.